ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 12th CBSE ചാപ്റ്ററിന്റെ ഒന്ന് ബ്രീഫ് നോക്കാം കേട്ടോ. എത്ര ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്? 10 ആണ് അല്ലെ. നമുക്ക് ഏതാണ് പൊസിഷൻ എന്ന് കറക്റ്റ് ആയിട്ട് അറിയണം. ഏതൊക്കെയായിരുന്നു? സൊല്യൂഷൻ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ദെൻ ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, D and F. ദെൻ കോർഡിനേഷൻ കോമ്പൗണ്ട്. 5 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കില് 5 ചാപ്റ്റേഴ്സ് ആണ്. നോർമലി ഫിസിക്കൽ കെമിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആണ്. ദെൻ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഓർഗാനിക് ആണ്. അതിൽ ആദ്യം വരുന്നത് എന്തായിരുന്നു? ആക്ച്വലി ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അരീൻ. നെക്സ്റ്റ് വരുന്നത് ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതർ. ദെൻ നെക്സ്റ്റ് ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് അമീൻസ്. അടുത്ത എന്തായിരുന്നു? ബയോ മോളിക്യൂൾ കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഏറ്റവും ഹൈയസ്റ്റ് വെയിറ്റേജ് ഏതാ? ഇലക്ട്രോ കെമിസ്ട്രി. നമുക്ക് ഓൾറെഡി എക്സാമിന് മാർക്ക് വാങ്ങിക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പൊസിഷൻസ് അറിയണം. ഓരോ ചാപ്റ്റേഴ്സിലും എത്ര ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വന്നു എന്ന് അറിയണം. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് വന്ന സമയത്ത് ഒരു ടഫസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് ABCD ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് ഇത് മിക്സ് ചെയ്ത് വെച്ചു. ആൽക്കഹോളും ആൽഡിഹൈഡും കൂടി മിക്സ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ടഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിനൊരു സ്ട്രാറ്റജി ഉണ്ട് നമുക്ക് ഓൾറെഡി പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് ചാപ്റ്റേഴ്സിന്റെ ടോട്ടൽ ബ്രീഫ് ആയിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, ദെൻ നമുക്ക് ഓൾറെഡി ഇന്ന് സൊല്യൂഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാൾക്ക് ഹാലോ ആൽക്കൈൻ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഈ 2 ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യും കേട്ടോ. കൂൾ ആയിട്ടിരിക്കുക. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഓർഡർ ഒന്ന് പറഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സൊല്യൂഷനിലേക്ക് തന്നെ പോവാം. ആ സൊല്യൂഷൻ തീർത്ത് ഇലക്ട്രോ കെമിസ്ട്രി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചാപ്റ്ററിലേക്ക് നമുക്ക് എത്തും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സൊല്യൂഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു കാര്യം ഓർത്തു വെക്കുക. നമ്മൾ ഓൾറെഡി 12th ബോർഡിന് വേണ്ടിയിട്ട് എയിം ചെയ്യാണ്. സക്സസ് ഈസ് നോട്ട് എ ആക്സിഡന്റ്, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഹാർഡ് വർക്ക്. സിസ്റ്റമാറ്റിക്, ആ വേർഡ് ശ്രദ്ധിക്കുക. ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നതിന് പകരം സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി, വളരെ ചെറിയ സ്റ്റെപ്സ് എടുത്ത് വെക്കുക. അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ് എൻഡ് ചെയ്യുമ്പോൾ കണ്ടന്റ് പറഞ്ഞിട്ടേ പോവുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക, എല്ലാം അറിയാം കേട്ടോ. ഓക്കെ, നമ്മള് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയാണ്. ഇത് പ്രാക്ടീസ് സെക്ഷൻ ആണ്. അതർവൈസ് സ്കൂൾ ആൻഡ് ട്യൂഷൻ ഒരു ഡിഫറൻസും ഇല്ല അല്ലെ. സ്കൂളിൽ എന്തെടുക്കും? കണ്ടന്റ് എടുക്കും അല്ലെ, നമ്മളത് കേട്ടിരിക്കും. പക്ഷെ ഇതൊരു പ്രാക്ടീസ് സെക്ഷൻ ആയിട്ട് തന്നെ പോകണം. അപ്പോൾ എന്തെടുക്കുന്നു അത് ലാസ്റ്റ് എന്തായാലും ചോദിച്ചു പോകും. അപ്പൊ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കുക, 10 ചാപ്റ്റർ 5 ചാപ്റ്റേഴ്സ് കറക്റ്റ് ആയിരിക്കണം. ഫസ്റ്റ് എന്തായിരുന്നു? സൊല്യൂഷൻ. സെക്കൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. തേർഡ് കെമിക്കൽ കൈനറ്റിക്സ്. ഫോർത്ത്, ഫിഫ്ത്ത് കോർഡിനേഷൻ കോമ്പൗണ്ട്. നമുക്കറിയണം നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ അല്ലെ ചലഞ്ചും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തായാലും ലാസ്റ്റ് ഞാൻ ചോദിക്കും. ഫസ്റ്റ് എടുക്കാം സൊല്യൂഷൻ. ഓൾറെഡി സൊല്യൂഷന്റെ കൺസെപ്റ്റ് ആ ക്ലാരിറ്റിയിലേക്ക് വരാം. ഫസ്റ്റ് വോട്ട് യു മീൻ സൊല്യൂഷൻ? 9th നിങ്ങൾ അത് ഡിസ്കസ് ചെയ്ത് ആദ്യം പഠിച്ചത്. 9th ഓർമ്മയുണ്ടോ? 9th 3 ടൈപ്പ് ആയിട്ടൊരു സൊല്യൂഷൻ 9th പഠിച്ചപ്പോൾ മിക്സർ, വൺ മോർ തിങ് കൊളോയിഡ് അല്ലെ. കൊളോയിഡ്, ഈ 3 തിങ്സ് നമ്മൾ 9th ഓൾറെഡി ക്ലിയർ ചെയ്ത് പഠിച്ചത്. അതിൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പാർട്ടിക്കിൾ സൈസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 9th ഡിവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ബൈനറി സൊല്യൂഷനെ കുറിച്ച് മാത്രമാണ് ഡിസ്കഷൻ. വോട്ട് യു മീൻ ബൈനറി സൊല്യൂഷൻ? 2 component അല്ലെ, only 2 component. ബൈനറി 2 component. One of the component solute and another solvent. One solute and one solvent. അങ്ങനെയാണ് ഓർത്തു വെക്കുന്നത്. Then what do you mean solute? In a solution containing lesser quantity, അതായിരുന്നു solute. Larger quantity solvent. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ ടോട്ടൽ കണ്ടന്റ് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് മാത്രം അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയാൽ മതി. വളരെ കൂൾ ആയിട്ടിരിക്കുക. അപ്പോൾ what do you mean solution? ഹോമോജീനിയസ് മിക്സർ ഓഫ് എന്തായിരുന്നു? സോല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹോമോജീനിയസ് മിക്സർ ഓഫ് സോല്യൂട്ട് ആൻഡ് സോൾവെന്റ്. കട്ട് ചെയ്ത് നിർത്തുക. കംപ്ലീറ്റ് സെന്റൻസ് പഠിക്കണ്ട. അപ്പൊ ഈസിയാണ്. കീ വെച്ച് പഠിക്കുക കേട്ടോ. ഓർത്ത് വെക്കുക. അതാണ് ഫസ്റ്റ് പേജുകളിൽ നിങ്ങൾ കൊണ്ടുപോകുന്നത്. ആ ചാപ്റ്ററിന്റെ കീ നമുക്ക് ഇങ്ങനെ കിട്ടണം ഓൺ സ്പോട്ട് കേട്ടോ. ഓർത്ത് വെക്കുക. ദെൻ ആണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് കണ്ടന്റ് ഡീറ്റെയിലൊക്കെ നമ്മൾ ഓൾറെഡി എഴുതാൻ പറ്റും. ദെൻ ഇത് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഒന്ന് വായിക്കാം. ഇപ്പൊ വേണ്ട. ഓർത്ത് നോക്കുക, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ് പറയുന്നത്. ആക്ച്വലി സോല്യൂട്ട് സോൾവെന്റിന്റെ സ്റ്റേറ്റ് അനുസരിച്ച് സോല്യൂട്ട് സോളിഡ്, സോൾവെന്റ് ലിക്വിഡ്, ദെൻ ഗ്യാസ് ലിക്വിഡ്, ദെൻ സോളിഡ് ലിക്വിഡ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു ടേബിൾ ഉണ്ടാവും. ടേബിൾ ജസ്റ്റ് ഒന്ന് വായിക്കുക, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ചാപ്റ്റർ സീരീസ് ആവും. അവിടെ നോട്ടുള്ളതാണ് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഫസ്റ്റ് ടേം കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. ഫസ്റ്റ് ടേം ഏതായിരുന്നു? കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. 11th ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് ഓർമ്മയുണ്ടോ? അതേ ഏരിയ ഇവിടെ കയറി വരും. 11th ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ലാസ്റ്റ് ടോപ്പിക്കുകൾ എന്തായിരുന്നു? മൊളാരിറ്റി,
മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. അപ്പൊ അവിടുത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ബ്രീഫ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് ടേം പറഞ്ഞു നോക്കിയേ. മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ദെൻ 3 കൂടി കയറി വരും. മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, ppm, പാർട്സ് പെർ മില്യൺ. ഈ 3 അത്ര ഇമ്പോർട്ടൻസ് അല്ല. ഈ 3 വെച്ച് നമുക്ക് പ്ലേ ചെയ്യാം. കാരണം ഈ 3 ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഫിലിം ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും അല്ലെ, മെയിൻ ആക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ ഈ ചാപ്റ്ററിന്റെ മെയിൻ ആക്ടേഴ്സ് 3 ആൾക്കാരാണ്. ആരൊക്കെയായിരുന്നു? മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇനി വേറെ ടേമുകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതിലെല്ലാം ഈ മെയിൻ 3 ആക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ മൊളാലിറ്റിയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ കേട്ടോ. ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഒക്കെ ഉണ്ട്, നമ്മൾ എഴുതാം. WB ഡിവൈഡഡ് ബൈ MP into 1000 ഡിവൈഡഡ് ബൈ VML അല്ലെ. ഓക്കെ, റെഡിമെയ്ഡ് ഇക്വേഷൻ കൂടി അതൊക്കെ നമുക്ക് ഇപ്പൊ എടുക്കാം. ഫസ്റ്റ് ടേം, ഫസ്റ്റ് ഈ ചാപ്റ്ററിലെ മെയിൻ ഹെഡിങ് എന്തായിരുന്നു? ഒറ്റ വേർഡ് ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. എന്തായിരുന്നു? കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം കേട്ടോ. ഓക്കെ, കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. ഇതാണ് ഈ സൊല്യൂഷനിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് മെയിൻ വരുന്നത്. സെക്കൻഡ് ടോപ്പിക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഒന്ന് ഓർത്ത് വെക്കാം. സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു സോൾട്ട് എടുത്ത് വാട്ടറിൽ ഞാൻ മിക്സ് ചെയ്യുന്നു. സോൾട്ട് വാട്ടറിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നു അല്ലെ. ആ മിക്സ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിന് എന്ത് വിളിക്കും? വാട്ട് യു മീൻ ദാറ്റ് പ്രോസസ്? ഡൈലൂട്ട് എന്ന് പറയും അല്ലെ. കുറച്ചും കൂടി ഒതന്റിക് ആയിട്ട് അവരെന്ത് എഴുതി വെച്ചു? ഡിസൊല്യൂഷൻ എഴുതി വെച്ചു കേട്ടോ. ഓർത്ത് നോക്കാം, ഡിസൊല്യൂഷൻ. സോളിഡ് അല്ലെ, സോല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് ആൻഡ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഡിസൊല്യൂഷൻ. ദെൻ ഒരു പോയിന്റ് കൂടി പഠിച്ചു നോക്കാം. അത് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കും വിട്ടുകളയാ. അവിടെ റീക്രിസ്റ്റലൈസേഷൻ ഒക്കെ ഉണ്ടാവുന്നു വേണ്ട, ഓർത്ത് നോക്കാം. ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോല്യൂബിലിറ്റി ഇൻക്രീസസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അവിടെ. പക്ഷെ ഒരു ടേം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റൻ അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. ബ്രാക്കറ്റില് എൻഡോതെർമിക് എന്ന് കൊടുക്കും. ആ എൻഡോതെർമിക് എന്നും പറഞ്ഞ് ക്വസ്റ്റൻ ചോദിക്കില്ല. അവർ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം. വാട്ട് യു മീൻ പോസിറ്റീവ്? എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ? ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്ന എൻഡോതെർമിക് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അവിടെ ഹീറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഡിസൊല്യൂഷൻ എന്ത് ചെയ്യുള്ളൂ? ഇൻക്രീസ് ചെയ്യുള്ളൂ. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഇന്ന് വേറെ ക്വസ്റ്റൻ ഒന്നും വരില്ല ആ ടോപ്പിക്. അപ്പൊ ആ ടോപ്പിക്ക് വേണമെങ്കിൽ വിട്ടുകളയാം. ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. സെക്കൻഡ് ടോപ്പിക് സ്കിപ്പ് ചെയ്തു. തേർഡ് ടോപ്പിക്, അതാണ് സെക്കൻഡ് ടോപ്പിക് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അവിടെ നോട്ട് ചാപ്റ്റർ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നു. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന? എന്തായിരുന്നു? എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൊക്കക്കോള അല്ലെ, സോഡ, അതെല്ലാം എങ്ങനെയായിരുന്നു? അത് വെച്ചിട്ടാണ് ആ ടോപ്പിക് കൊണ്ടുവരുന്നത്. എങ്ങനെയാ ഇമാജിൻ ചെയ്യേണ്ടത്? ഗ്യാസ് ഇൻ ലിക്വിഡ്. അവിടെ ഒരു ലോ വരികയാണ്. ആ ലോയുടെ പേര് ഹെൻറീസ് ലോ കേട്ടോ. ഓർത്ത് നോക്കാം. എന്തായിരുന്നു? ഹെൻറീസ് ലോ. അതിപ്പോ എല്ലാവരും പറയും കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ പറയുന്ന ആദ്യത്തെ പോയിന്റ് അതായിരിക്കും കേട്ടോ. വിട്ടിലിയും തുടങ്ങാൻ പോവാണ് ആക്ച്വലി വരുന്ന സമയത്ത്. ഹെൻറീസ് ലോ കേട്ടോ, ഓർത്ത് നോക്കാം. ഹെൻറീസ് ലോ എന്ന് പറയുന്ന സമയത്ത് അവിടെ പറയുന്നത് എങ്ങനെയാണ്? സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓർ മോൾ ഫ്രാക്ഷൻ. ഈ രണ്ട് വേർഡ് ഉപയോഗിക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് ഇമാജിൻ ചെയ്ത് ഒരു സോഡ എങ്ങനെ സോഡ മേക്കറിൽ ഉണ്ടാക്കുന്നേ? കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും, എന്നിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സോഡ ഉണ്ടാവും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും അല്ലെ? സോഡ മേക്കർ ഉണ്ട് ഒരു മിസ്റ്റർ ബട്ട്ലറിന്റെ. അവിടെ ഒരു പ്രഷർ കൊടുക്കും അല്ലെ. ഒരു സ്വിച്ച് അമർത്തുന്ന സമയത്ത് എന്ത് പറ്റും? കൂടുതൽ ഗ്യാസ് ഹൈ പ്രഷറിലാണ് അല്ലെ. പ്രഷർ ഇല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യോ? ഇല്ല. അപ്പൊ അത് ഇമാജിൻ ചെയ്യാം. സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് എന്ത് കൊടുക്കും? ഹൈ പ്രഷർ. സോലുബിലിറ്റി ഓഫ് ഗ്യാസ്, വാട്ട് യു മീൻ? കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു? പ്രഷർ കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ കേട്ടോ, ഓർത്ത് നോക്കാം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. പാർഷ്യൽ പ്രഷർ, വാട്ട് യു മീൻ പാർഷ്യൽ പ്രഷർ? ഇൻഡിവിജ്വൽ പ്രഷറിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇൻഡിവിജ്വൽ പ്രഷർ ആണ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും? പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നു. ഏതൊക്കെ പ്രഷർ ഉണ്ടാവും? നമ്മുടെ മേത്ത് ആരാ വന്നിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിലെ ഏത് ഗ്യാസാണ്? നൈട്രജൻ. പിന്നെ ഏതായിരുന്നു? ഓക്സിജൻ അല്ലെ. അതിന്റെ എല്ലാത്തിന്റെയും പ്രഷറിനെയാണ് ടോട്ടൽ, പി ടോട്ടൽ എന്ന് പറയും. ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, പി ടോട്ടൽ എന്നൊക്കെ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഹെൻറീസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ദെൻ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ പ്രഷർ ആയിട്ട് വരും. അതാണ് മെയിൻ ആയിട്ട് ഹെൻറീസ് ലോ പറയുന്നത്. ഹെൻറീസ് ലോയ്ക്ക് ഇവിടെ 3 ആപ്ലിക്കേഷൻസും ബാക്കി കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. അവിടെ നിൽക്കട്ടെ. ദെൻ നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് എന്തായിരുന്നു? ഐഡിയൽ സൊല്യൂഷൻ. എന്തായിരുന്നു? ഐഡിയൽ സൊല്യൂഷൻ. വാട്ട് യു മീൻ ഐഡിയൽ സൊല്യൂഷൻ? സൊല്യൂഷൻ ഒബേ റൗൾസ് ലോ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ
എന്താണ് ഈ റൗൾസ് ലോ ഒബേ ചെയ്യണം. ഒരു റൗൾസ് ലോ ഉണ്ട്, അപ്പൊ ഹെൻറീസ് ലോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് റൗൾസ് ലോ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മിഡിൽ ടോപ്പിക് എന്ത് വരുന്നത്, ഐഡിയൽ സൊല്യൂഷൻ. ഹെഡിങ്ങളൊന്ന് പരിചയപ്പെടുന്നു അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഹെഡിങ് മറന്നു പോലെ. ഫസ്റ്റ് സോല്യൂട്ട് ആൻഡ് സോൾവെന്റ്. സെക്കൻഡ് എന്തായിരുന്നു, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. തേർഡ് എന്തായിരുന്നു, സോലിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. അടുത്ത എന്തായിരുന്നു, ഫോർത്ത് ഗ്യാസ് ഇൻ ലിക്വിഡ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹെഡിങ്ങിന് ഇങ്ങനെ ഒന്ന് ബ്രീഫ് കിട്ടണം, സ്ട്രക്ചർ എന്ന് പറയും കേട്ടോ. ഓർത്ത് വെക്കുക. ഒരു വീടൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ എന്ത് ചെയ്യും, പ്ലാൻ വരക്കും അല്ലേ. വാട്ട് യു മീൻ പ്ലാൻ? അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ഇല്ലാതെ വെറുതെ അല്ലെ കല്ല് മണ്ണൊക്കെ ഇറക്കി അങ്ങനെയാണോ? ഇല്ല, പ്ലാൻ ഉണ്ടാവണം. ഒരു ചാപ്റ്റർ നമുക്ക് തീർക്കണമെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം, കറക്റ്റ് ഓർഡറിൽ ഒരു പ്ലാൻ ഉണ്ടാവണം. ആ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, ഈ പ്ലാനിൽ മിഡിൽ വരെ എത്തി. എവിടെയും വരെ എത്തി, ഐഡിയൽ ഗ്യാസ്. വാട്ട് യു മീൻ ഐഡിയൽ ഗ്യാസ്? സൊല്യൂഷൻ ഒബേ റൗൾസ് ലോ. നോക്കാം, വാട്ട് യു മീൻ റൗൾസ് ലോ എന്നുള്ളതൊക്കെ പിന്നെ പഠിക്കാം. ആ ഒരു ലോ ഒബേ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഐഡിയൽ സൊല്യൂഷനായി. ഇപ്പൊ ഒരു ഐഡിയൽ മാൻ എന്ന് പറഞ്ഞിട്ട്, വിമൽ ഐഡിയൽ മാൻ എന്ന് പറഞ്ഞ രാവിലെ മോർണിംഗിൽ എഴുന്നേക്കുന്നു, കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ടാക്കുന്നു, അത് ഒബേ ചെയ്ത ഐഡിയൽ. അങ്ങനെ പറഞ്ഞൊരു ക്രൈറ്റീരിയ ആണ് ആക്ച്വലി. ഇവിടെ ഓർത്ത് വെക്കുക, അത് ഒബേ ചെയ്തില്ലെങ്കിൽ എന്താ, നോൺ ഐഡിയൽ. അപ്പൊ ഇതിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒരു സൊല്യൂഷൻ ഒബേ ചെയ്യുന്ന ഒരു ഏരിയ. അവിടെ എത്തുമ്പോൾ ഈ ചാപ്റ്റർ മിഡിൽ ഏരിയ ആയി. ഇത്രയും വരെ എന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പാസ്റ്റ് ഇയറിൽ ഇത്രയും വരെ പോർഷന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി പാസ്റ്റ് ഇയർ ഇപ്പോഴല്ല ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ചാപ്റ്ററിന് ഒബ്സർവ് ചെയ്തിരുന്ന സമയത്ത് എൻട്രൻസിലായാലും ഈ ഒരു ഏരിയ ആയാലും ഇതാണ് നമ്മുടെ ഏരിയ. ഇതുണ്ടോ, ഇത്രയും വരെ വരുന്ന ഒരു ബ്രീഫാണ്. അപ്പൊ നമ്മൾ ചാപ്റ്റർ കൊടുക്കുന്ന സമയത്ത് ടൈം സ്പെൻഡ് ചെയ്യണത് ഇത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ കണ്ടോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നേക്കുന്നത് എവിടെയാ, ഇത് കഴിഞ്ഞിട്ട്, മിഡിൽ കഴിഞ്ഞിട്ട് കേട്ടോ. ഓർത്ത് നോക്കുക, ആ ടോപ്പിക്കാണ് ഇനി പറയുന്നത്. അപ്പൊ 50% ടോപ്പിക് ഇവിടെ തീർന്നു. ഇവിടെയും വരെ എത്തുന്ന സമയത്ത് അതൊരു ചാപ്റ്ററിന് ബ്രീഫാണ്. ഇനിയുള്ള ടോപ്പിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേര് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. Colligative property. The property only depend upon number of particles irrespective of size, nature, etc. That is known as colligative property. The property only depend upon number of particles irrespective of size, nature, etc. That is known as colligative property. Then four colligative properties വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് relative lowering of vapor pressure. കണ്ടന്റ് എന്താണെന്നൊക്കെ പറയാട്ടോ, ചാപ്റ്റർ ബ്രീഫ് ആണ് പോകുന്നത്. Then first എന്തായിരുന്നു, relative lowering of vapor pressure. Second, elevation of boiling point. Third വരുന്നത് depression of freezing point. Fourth വരുന്നത് osmotic pressure. രണ്ട് സ്കൂളുകാർക്ക് SH ആൻഡ് ഗ്രിഗോറിയൻ ഈ ഓസ്മോട്ടിക് പ്രഷർ വരെ എത്തി കേട്ടോ. ഓർത്തോ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ ഓസ്മോട്ടിക് പ്രഷർ. ഇത് കഴിഞ്ഞ ഒരു ടോപ്പിക്കും കൂടി ഉള്ളൂ, ലാസ്റ്റ് ടോപ്പിക് അബ്നോർമൽ മോളിക്കുലർ മാസ്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജ് ഉള്ളൂ, പക്ഷെ ആ പേജ് നിങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ട് മിക്സ് ചെയ്യും. അവിടെയാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഒരു ബ്രീഫ് വന്നിട്ടില്ലേ, അവിടെ ഒരു എക്സ്ട്രാ ഇക്വേഷൻസ് ഉണ്ടാവും. ആ ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നേക്കുന്നതിൽ അത് റെഡിമെയ്ഡ് ആയിട്ട് പഠിക്കുന്ന ഇക്വേഷൻ. അപ്പൊ ചില സ്കൂളിൽ അതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. ചിലതിൽ എക്സ് ഇട്ടിട്ട് നിങ്ങൾ ഇക്വിലിബ്രിയം വെച്ച് കണ്ടെത്തുന്നതായിരിക്കും. നിങ്ങൾ അത് അങ്ങനെ തന്നെ ഫേസ് ചെയ്യുക. ആ ഒരു ഈ രീതിയിലുള്ള ക്വസ്റ്റൻസ് ഇത് വെച്ചേ ചെയ്യാവൂ കേട്ടോ. ഓർക്കുക, അല്ലെങ്കിൽ എറർ വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് മാത്രമേ ഈ ചാപ്റ്റർ ടഫസ്റ്റ് ഏരിയ. ഓൾ അതർ തിങ്സ് ആർ ഫാക്ട് പഠിക്കുക, നേരെ അപ്ലൈ ചെയ്താൽ കിട്ടും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഒന്നുകൂടി പറയാം, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തായിരുന്നു, ദി പ്രോപ്പർട്ടി ഓൺലി ഡിപെൻഡ് അപ്പോൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇറസ്പെക്ടീവ് ഓഫ് സൈസ്, നേച്ചർ, എക്സെട്ര. ഫോർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ദെൻ ആ ഓസ്മോട്ടിക് പ്രഷർ കഴിഞ്ഞു കഴിയുമ്പോൾ അബ്നോർമൽ മോളിക്കുലർ മാസ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജ്, അവിടെ ഒരു രണ്ട് ഇക്വേഷനേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഡിസോസിയേഷൻ, അസോസിയേഷൻ. അത് നിങ്ങൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇക്വിലിബ്രിയത്തില് നിങ്ങൾക്ക് ചില സ്കൂളിൽ മാത്രം അതൊക്കെ എടുത്തിട്ടുള്ളൂ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പി സ്ക്വയർ മൈനസ് 4ac/2a. ഓർമ്മയുണ്ടോ? എക്സിന്റെ വേരിയബിൾ ഒക്കെ വെച്ചുള്ള അല്ലെ, ചില സ്കൂളിൽ അതൊക്കെ വിട്ടിട്ടുണ്ടാവും. ആ ഒരു രണ്ട് ക്വസ്റ്റൻ ഉണ്ട്, കാണിച്ചു തരാം. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ ഡിറൈവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എററൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് നമ്മളത് റെഡിമെയ്ഡ് ആയിട്ട് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഏരിയ മാത്രം ഇതിൽ ടഫ് ഉള്ളൂ. അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ ആരായിട്ട് കണക്ട് ചെയ്യും, ഇക്വിലിബ്രിയം കേട്ടോ. ഓക്കെ, ആ ഒരു ഏരിയ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത്. അതാണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ ചില സ്കൂളിൽ ആ ഒരു ടോപ്പിക് അങ്ങ് എടുത്തിട്ട് അങ്ങ് പോകും. പക്ഷെ ക്വസ്റ്റൻസ് അതിന്റെ ബാക്കിൽ തന്നെ കിടക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻസ് പാസ്റ്റ് ഇയറിലൊക്കെ അതാണ് ടഫ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്റർ കറക്റ്റ് ഓർഡറിലായിട്ട് എടുത്തു പോകണം. ഫസ്റ്റ് ചാപ്റ്റർ ആണ് സൊല്യൂഷൻ. ഇത് ആദ്യം നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ബ്രീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒന്നും കൂടി ഫാസ്റ്റ് ആയിട്ട് കണ്ടന്റ് ബ്രീഫ് പറയാം. ആദ്യത്തെ 4 ടോപ്പിക്ക് ഇയാളെ കൊണ്ട് പറയിപ്പിക്കും, സെക്കൻഡ് ഇയാള് അങ്ങനെ പറഞ്ഞു പോകും കേട്ടോ. ഓക്കെ, ദെൻ ഫസ്റ്റ് എന്തായിരുന്നു, ഹെഡിങ് കിട്ടിയാൽ മതി. കിട്ടിയില്ലെങ്കിൽ അപ്പൊ പറഞ്ഞു തരൂ കേട്ടോ. ഓക്കെ, എന്റെ മൈൻഡിനെ ഒന്ന് ഇമ്പൾസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഓൺലൈനിൽ
ആദ്യത്തെയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നു കണ്ടോ, നേഹ ഹായ് പറഞ്ഞു, പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ കണ്ടോ, അത്ര ഫാസ്റ്റ് ആയിട്ട് അവർ ഇരിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് പറ്റും. ഓക്കെ തുടങ്ങാം. ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. സോല്യൂട്ട് സോൾവെന്റ് ഒക്കെ ചെറിയ ആവശ്യം പഠിച്ചിട്ട് വേണ്ട. കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. സെക്കൻഡ് എന്തായിരുന്നു? സോളിഡ് ഇൻ ലിക്വിഡ്. തേർഡ് എന്തായിരുന്നു? ഗ്യാസ് ഇൻ ലിക്വിഡ്. ഫോർത്ത് എന്തായിരുന്നു? ഹെൻറീസ് ലോ. ഇരുന്നോട്ടെ, ഹെൻറീസ് ലോ. പിന്നെ അടുത്തെന്തായിരുന്നു? റൗൾസ് ലോ. ഈ 5 മതി, കയ്യിൽ ഒതുങ്ങുന്ന മതി കേട്ടോ. 5 ടോപ്പിക് വെറുതെ ഹെഡിങ് കേട്ടോ, പഠിക്കാനൊന്നുമല്ല, വെറുതെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഈ 5 നമുക്ക് നോക്കാം ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് സ്റ്റാർട്ട്. ടോപ്പിക്കിന്റെ പേര് പറഞ്ഞു. ടേം. സെക്കൻഡ് മൊളാരിറ്റി ഉണ്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മിക്കേണ്ട. ദെൻ അത് കഴിഞ്ഞ ഹെഡിങ് എന്തായിരുന്നു? സോളിഡ് ഇൻ ലിക്വിഡ്. അടുത്ത എന്തായിരുന്നു? ഗ്യാസ് ഇൻ ലിക്വിഡ്. നെക്സ്റ്റ് ഹെൻറീസ് ലോ, റൗൾസ് ലോ. ദെൻ നെക്സ്റ്റ് ഇരുന്നോട്ടെ മോനെ, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, കുഴപ്പമില്ല. ഹെൻറീസ് ലോ, റൗൾസ് ലോ. ഓക്കെ, concentration expressing term. Liquid, okay, right. Liquid in gas. Raoult's law. Term. Okay. Okay. Raoult's law. Okay. Then next, Aditya. ഒന്ന് പറഞ്ഞു കേട്ടോ. 5 topic. Solid in liquid. Okay. Raoult's. Then Neha. Okay. Raoult's. Okay. Then next. Raoult's. നമ്മുടെ ചാപ്റ്റർ ബ്രീഫ് എന്ന് പറഞ്ഞു, ഇത്രയും മാർക്ക് ഒക്കെ ഉണ്ട്, നമുക്ക് അറിയണമല്ലോ അല്ലെ. നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എവിടേക്കാ പോണെന്നുള്ള ഒരു ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് വേറെ അധികം കണ്ടന്റ് ഒന്നും എടുക്കുന്നതല്ല, ടോട്ടൽ ചാപ്റ്ററിന്റെ ഒരു ക്ലാരിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഒരു ബ്രീഫ് പറഞ്ഞു ചാപ്റ്ററിന്റെ. അപ്പോൾ ഇവര് മിമ്മിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം, നമ്മൾ ചെയ്യണ പോലെ ഓർത്തൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു 5 പോയിന്റ് അല്ലെങ്കിൽ 5 ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് പോയത് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ഒരാൾക്ക് ഹാലോ ആൽക്കീൻ എടുത്തു അല്ലെ, എവിടം വരെ എടുത്തു? സ്റ്റാർട്ട് ചെയ്തു. ഈ ചാപ്റ്ററിനെ കണ്ടന്റ് ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. ഹാലോ ആൽക്കീൻ, വാട്ട് യു മീൻ ഹാലജൻ? ഹാലജൻ തേർഡ് ചാപ്റ്റർ, 11th തേർഡ് ചാപ്റ്റർ. പീരിയോഡിക് ടേബിൾ അല്ലെ. ഹാലജൻ ഏതൊക്കെയായിരുന്നു? 17th ഗ്രൂപ്പ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓർത്ത് നോക്കാം. അപ്പോ ഹാലജൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് എമിറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് ഇവിടെ വരുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോരീൻ ആ ചാപ്റ്ററിൽ എന്തൊക്കെയാ വരിക? ഹാലജൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുടെ ഒരു കാര്യമാണ്. ഇതിൽ ആദ്യത്തെ ടോപ്പിക് വരുന്നത് വീട്ടിൽ പോയിട്ട് കറക്റ്റ് ആയിട്ട് നോക്കണം, ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് പണ്ട് കഴിഞ്ഞ ഇതിൽ പഠിച്ചിരുന്നതാണ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. കേട്ടോ ഓർത്ത് നോക്കാം, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. നെക്സ്റ്റ് വരുന്ന അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ. എത്രണ്ണമായി? 7 എണ്ണം. കേട്ടോ ഓർത്ത് നോക്കാം, 7 എണ്ണം. അപ്പൊ ഏതൊക്കെയായിരുന്നു? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പിന്നെ എന്തൊക്കെയായിരുന്നു? അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്, അരൈൽ. ഇതൊക്കെ എന്താണ് എന്നാണ് ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് ഈ ഹാലോ ആൽക്കൈനിൽ വരുന്നത്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് അവിടെ മെയിൻ ആയിട്ട് അവിടുത്തെ അതിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ കൊടുത്ത് ഹാലജന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻ. 3 ഹെഡിങ്സ് ഉണ്ട്, ഓർമ്മയുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് മറച്ചു നോക്കിയോ? സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഇവിടെ നോട്ടുള്ളത് ഇത്തിരി ടഫ് ആണ്, അപ്പൊ തന്നെ ചോദിച്ചു നോക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് 2 ഇതാവും കേട്ടോ. നമുക്ക് ഓർഗാനിക് തുടങ്ങിയോണ്ടാണ്. അപ്പോൾ ഹാലോ ആൽക്കൈനിൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ വരുന്നത് ഫ്രം എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് വരും. അതിൽ ആദ്യം വരുന്നത് ഫ്രം ഹൈഡ്രോ കാർബൺ ആണ്. എന്തായിരുന്നു? ഫ്രം ഹൈഡ്രോ കാർബൺ. വീട്ടിൽ പോയിട്ട് ഇങ്ങനെ മറച്ചു നോക്കണം. ഫ്രം ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. പിന്നെ വരുന്നത് ഫ്രം ആൽക്കഹോൾ. അതിൽ ഏറ്റവും ആദ്യം പഴയ ബുക്കിൽ ഫ്രം ആൽക്കഹോൾ ആണ് ആദ്യം വരുന്നത്. ഓർക്കുക, ഫ്രം ആൽക്കഹോൾ എന്ന് പറയുന്നതാണ്. ചിലതിൽ ഫ്രം ഹൈഡ്രോ കാർബൺ. 3 ഹെഡിങ് ആണ് വരുന്നത്. ഫ്രം ആൽക്കഹോൾ, ഫ്രം ഹൈഡ്രോ കാർബൺ,
തേർഡ് വരുന്നത് ഇന്റർ ഹാലജൻ എക്സ്ചേഞ്ച്. അങ്ങനെ 3 പ്രിപ്പറേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന ഇതെല്ലാത്തിനും ഒരേ രീതിയായിരിക്കും. ആദ്യം എന്തായിരിക്കും ടോപ്പിക്? ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ടോപ്പിക് വരുന്നത് പ്രിപ്പറേഷൻ ആണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി. വാട്ട് യു മീൻ ഫിസിക്കൽ പ്രോപ്പർട്ടി? വാട്ടർ എടുത്തു. വാട്ടറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്തായിരിക്കും? ലിക്വിഡ് ആണ്. ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ലിക്വിഡ്. ഉണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ ഫിസിക്കൽ നേച്ചർ, ദെൻ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, അങ്ങനെ പറയുന്നതാണ് ഫിസിക്കൽ. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഹാലോ ആൽക്കെയിൻ വരും ആൻഡ് ഹാലോ അരീൻ. അത് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അരീൻ വരും. വാട്ട് യു മീൻ അരീൻ? ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, ബെൻസീൻ വന്നില്ലേ കഴിഞ്ഞ വർഷം അല്ലെ? ആ ബെൻസീൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഹാലോ അരീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ അരീൻ. അവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ SN2, SN1 അതാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞാൽ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റീരിയോ കെമിസ്ട്രി. അത് കഴിയുമ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും ലാസ്റ്റ് വരുന്ന പോളിഹാലജൻ കോമ്പൗണ്ട്. കേട്ടോ? ഓക്കെ. അപ്പോൾ ചാപ്റ്റർ സ്കൂളിൽ തുടങ്ങുന്നതിന് മുമ്പ് ചാപ്റ്ററിന്റെ ബ്രീഫ് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കുക ഫസ്റ്റ്. ദെൻ അതിലെ ഹെഡിങ്സിൽ എനിക്ക് എന്തറിയാം ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതങ്ങനെ ക്യാച്ച് ചെയ്ത് പോകണം. കേട്ടോ? ഓക്കെ. അപ്പോൾ അവിടെ വെക്കാം. ബാക്കി എല്ലാവർക്കും തന്നെ സൊല്യൂഷനിൽ നിന്നാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം സൊല്യൂഷൻ. കേട്ടോ? ഓക്കെ. ഒന്ന് ചാപ്റ്റർ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. സൊല്യൂഷൻ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സൊല്യൂഷൻ ഫസ്റ്റ് സൊല്യൂഷനില് ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് പോയിന്റ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. സൊല്യൂഷൻ ആർ എ ഹോമോജീനിയസ് മിക്സർ ഓഫ് two or more than two component. Solutions are a homogeneous mixture of two or more than two components. Two or more than two components. Then binary solution എന്ന് പറയുമ്പോൾ അത് എഴുതണ്ട, നമ്മൾ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളത് മാത്രം നോട്ട് പോയാൽ മതി. നെക്സ്റ്റ് അടുത്ത ലൈനിൽ എഴുതി വെക്കുക സോല്യൂട്ട് ഹൈഫൺ അവിടെ എഴുതി വെക്കുക സ്മോളർ കമ്പോണന്റ് present in a solution. Smaller component present in a solution. The next solvent. Next line la solvent hyphen larger component present in a solution. Larger component present in a solution. Then textbook table 2.1 എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ 2.1 നിന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കാം. അവിടെ വരുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഓർത്തു വെക്കാം. അവര് സോല്യൂട്ട് ഗ്യാസ് ആണ്, സോൾവെന്റ് ഗ്യാസ് ആണ്. എന്തായിരിക്കും എക്സാമ്പിൾ? എയർ. കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ പഠിക്കുമ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ എഴുതുന്നില്ല. കേട്ടോ? ഓർത്ത് നോക്കാം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എഴുതി പോകേണ്ട ആവശ്യമുള്ളൂ. ഈ ടേബിളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ടേബിളിൽ ഫസ്റ്റ് സോല്യൂട്ട് സോൾവെന്റ് അത് പഠിക്കരുത്, നേരെ തിരിച്ച് എക്സാമ്പിൾ പഠിക്കണം, എന്നിട്ട് റിവേഴ്സ് ചെയ്ത് ആലോചിക്കാം. അതാണ് ബെറ്റർ വേ ഓഫ് സ്റ്റഡി. കേട്ടോ? ഓർത്ത് നോക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ. നിങ്ങൾ ആരും പറയണ്ട, എന്നിട്ട് മനസ്സിലാറുക അതിൽ സോല്യൂട്ട് ഏതായിരിക്കും? ഓക്സിജൻ ഡിസോൾഡ് ഇൻ എ വാട്ടർ. നിങ്ങൾ അക്വേറിയം അതിൽ ഓക്സിജൻ ഡിസോൾഡ് ഇൻ എ വാട്ടർ. സോല്യൂട്ട് ഏതായിരിക്കും? ലെസർ ക്വാണ്ടിറ്റി ഓക്സിജൻ. അപ്പൊ അത് ഗ്യാസ് ആണ്. ഗ്യാസ് ഇൻ ലിക്വിഡ്.
അതാണ് വരുന്നത്. അപ്പോൾ സൊല്യൂട്ട് എന്താണ്? ഗ്യാസ്. സോൾവെന്റ് എന്താണ്? ലിക്വിഡ്. അപ്പൊ നേരെ തിരിച്ച് പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക, എന്നിട്ട് മൈൻഡ് കൊണ്ട് ആലോചിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, അവിടെ നിങ്ങൾ ആലോചിച്ചാൽ മതി. കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ്. നിങ്ങൾക്കറിയാം ഗോൾഡ് ഓർണമെന്റ് ഉണ്ടല്ലോ, അതിൽ കോപ്പർ ഉണ്ടാവാറുണ്ട്. കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ്, സൊല്യൂട്ട് എന്തായിരിക്കും? സൊല്യൂട്ട് കോപ്പർ ആണ് ആക്ച്വലി കേട്ടോ. ഓർത്തോ, കോപ്പർ ആയിരിക്കും. ദെൻ അത് അതിന്റെ നേച്ചർ എന്തായിരിക്കും? സോളിഡ് ആണ്. ദെൻ സോൾവെന്റ് ഏതാ? ഗോൾഡ്. അതിന്റെ നേച്ചർ എന്താ? സോളിഡ്. അപ്പൊ സോളിഡ് സോളിഡ്, സോല്യൂട്ടും സോളിഡ് ആണ്, സോൾവെന്റും സോളിഡ് ആണ്. അപ്പൊ സോളിഡ് സോളിഡ് അങ്ങനെ എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾ പഠിക്കാതില്ല കേട്ടോ, ഓർത്ത് നോക്കാം. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഒന്ന് എഴുതി വെച്ചു, അത് മാത്രം എഴുതി വെച്ചു കേട്ടോ, ഓർത്ത് നോക്കാം. ഒരു എക്സാമ്പിൾ എഴുതി വെക്കാം. ടൈപ്പ് ഓഫ് സൊല്യൂഷൻ. ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എക്സാമ്പിൾ: solution of hydrogen in palladium. Solution of hydrogen in palladium. Example: solution of hydrogen in palladium. Example ആണ് കേട്ടോ. Type of solution example: solution of hydrogen in palladium. സോല്യൂട്ട് ഏതായിരിക്കും ഇതിൽ? സോല്യൂട്ട് ഏതായിരിക്കും? ഹൈഡ്രജൻ, ഗ്യാസ് ആണ്. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ്. What do you mean palladium? PD. PD സോളിഡ് ആണ് അല്ലെ. പലേഡിയം മെറ്റൽ സോളിഡ്. അപ്പൊ എക്സാമ്പിൾ ഏത് ടൈപ്പ് ആണ്? ഗ്യാസ് സോളിഡ് സൊല്യൂഷൻ. ഓർത്ത് നോക്കാം. അപ്പോൾ ഗ്യാസ് സോളിഡ് സൊല്യൂഷൻ ആണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് അത്ര കോമൺ അല്ല അല്ലെ. ഒരു ഗ്യാസ് സോളിഡ് ഡിസോൾവ് പോകുന്നത് അത്ര കോമൺ അല്ല, അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഗ്യാസ് സോളിഡ്. അപ്പൊ ആ ടേബിൾ പഠിക്കുമ്പോൾ എക്സാമ്പിൾ പഠിച്ചിട്ട് റിവേഴ്സ് ചെയ്ത് ആലോചിക്കുക, അതാണ് ബെറ്റർ വേ. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചേക്കുന്നതാണ് അല്ലെ. ഹൈഡ്രജനേഷൻ എവിടെയാ പഠിച്ചേക്കുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ അല്ലെ. അതില് നമ്മൾ ഫ്രം അൺസാച്ചുറേറ്റഡ് അല്ലെ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ YNE, ഈത്തൈൻ. ഈത്തൈനിലേക്ക് H2 and PD കൊടുത്താൽ എന്ത് കിട്ടും? ഈതീൻ കിട്ടും. ഈതീനിലേക്ക് വീണ്ടും H2 and PD കൊടുത്താൽ ഈത്തൈൻ അല്ലെ. അപ്പൊ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ, ഈ ഒരു ഓർഡറിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം. കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം ഓർ സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേംസ്. ഫസ്റ്റ് വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ മാസ് പെർസെന്റേജ് ആണ്. മാസ് പെർസെന്റേജ് ഞാൻ പറഞ്ഞു ഈ ടേമില് നിങ്ങൾ പഠിക്കേണ്ട മൂന്നെണ്ണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോകാൻ വേണ്ടി മാത്രമാണ്. മാസ് പെർസെന്റേജ് ഫസ്റ്റ് എഴുതി വെക്കാം. മാസ് പെർസെന്റേജ് ഈക്വൽ ടു, നേരെ ഇക്വേഷൻ എഴുതാം. മാസ് പെർസെന്റേജ് ഈക്വൽ ടു മാസ് ഓഫ് ദ കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ. മാസ് ഓഫ് ദ കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ all divided by total mass of the solution. Mass of the component in the solution all divided by total mass of the solution into 100. Into 100. Mass of the component in the solution divided by total mass of the solution into 100. Okay, equation ഒന്ന് എഴുതി പോയാൽ മതി. നെക്സ്റ്റ് ഹെഡിങ് വോളിയം പെർസെന്റേജ്. വോളിയം പെർസെന്റേജ്. വോളിയം പെർസെന്റേജ് equal to volume percentage of the component equal to volume percentage equal to volume of the component, volume of the component all divided by total volume of this solution. Total volume of solution into 100. Volume percentage equal to volume of the component divided by total volume of solution into 100. Third heading, mass by volume percentage. Mass by volume percentage. Mass by volume percentage. അപ്പോൾ അവിടെ അതിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും?
നമ്മൾ ഓൾറെഡി പെർസെന്റേജ് എപ്പോഴും നോക്കുന്നത് എങ്ങനെയാ, നമ്മുടെ മാർക്കിന്റെ പെർസെന്റേജ് എങ്ങനെയാ, ഓൾറെഡി കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 അല്ലെ. അപ്പൊ നമുക്ക് ഓൾറെഡി ഗിവൺ ആയിട്ടുള്ള മാർക്ക് അല്ലെങ്കിൽ ഗിവൺ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കമ്പോണന്റ് ഇൻറ്റു 100 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വന്ന സമയത്ത് ഇക്വേഷൻ എഴുതിക്കോ കേട്ടോ, ഇക്വേഷൻ ആയിട്ട് തന്നെ എഴുതി വെക്കാം. മാസ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ mass of one component divided by total volume of the solution into 100. Total volume of the solution into 100. Then fourth heading, parts per million. Parts per million. Fourth term കേട്ടോ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. Fourth term, parts per million, ppm. ppm ppm equal to number of part of the component, number of part of the component all divided by number of part of the component all divided by total number of part of all component, total number of part of all component into 10 raised to 6. Numerator ആണ് കേട്ടോ, into 10 raised to 6 into 10 raised to 6. ഇത് കഴിഞ്ഞ് വരുന്ന മൂന്നെണ്ണം, അതിൽ പി പി എം ഒക്കെ എന്തിനാണ് പർപ്പസ് എന്ന് ഓർത്ത് വെക്കുക. കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു സൾഫ്യൂരിക് ആസിഡ് ഉണ്ട് അല്ലെ, അതിന് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നോർമലി അതിൽ മൊളാരിറ്റിയിലേക്കാണ് കൊടുക്കുക, 3 മോളാർ 2 മോളാർ എന്ന് പറഞ്ഞിട്ട് കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ, ഓർത്ത് വെക്കുക. അപ്പൊ അതിൽ പി പി എം എന്തിനാണ് ഉപയോഗിക്കുന്നത്? പി പി എം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പി പി എം പാർട്സ് പെർ മില്യൺ നോർമലി ഉപയോഗിക്കുന്നത്. ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാർക്ക് എറണാകുളത്ത് എപ്പോഴും വരുന്നൊരു ന്യൂസ് ആണ് പി പി എം, കേട്ടിട്ടുണ്ടോ? വാട്ടറിൽ നിങ്ങൾ ഡ്രിങ്കിങ് വാട്ടർ ഇല്ലേ, അതിലിവിടെ ടാങ്കറിലൊക്കെ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന വാട്ടർ അല്ല, കുറച്ച് നാൾ മുമ്പ് തന്നെ ഇടയ്ക്ക് ഇതുണ്ടായിരുന്നു, 20 ppm 50 ppm ഈക്കോളി ബാക്ടീരിയ ഈസ് പ്രസന്റ് ഇൻ ദം. വാട്ട് യു മീൻ ദാറ്റ്? വാട്ട് യു മീൻ? ആ പി പി എം എന്ന് പറയുമ്പോൾ ആ ടേം കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇമാജിൻ ചെയ്യണം എന്തായിരിക്കും. ഇപ്പോൾ ഒരാൾ പറയാണ് 80% ഷുഗർ ഇൻ ദിസ് കേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് ലാർജ് ആണ് അല്ലേ, അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ, നമുക്കറിയാം ഇതാണ്. പക്ഷെ നിങ്ങൾ ഒരു 20 ppm എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ മീനിങ് എന്താ? 10 raised to 6 എന്താ? പെർസെന്റേജ് എന്തായിരുന്നു? പെർസെന്റേജ് എന്ന് പറയുമ്പോൾ 100 എത്രയാണെന്നാണ്. ഇത് ഓൾറെഡി 10 raised to 6 എന്ന് പറയുമ്പോൾ മില്യൺ അല്ലെങ്കിൽ 10 lakh. അപ്പോൾ അതിൽ എത്ര നമ്പർ ഉണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ 10 lakh അല്ലെങ്കിൽ 1 million വാട്ടറിൽ 1 million വാട്ടർ എടുക്കുമ്പോൾ അതിൽ എത്രയാ? 20 ഈ ബാക്ടീരിയ, ഈക്കോളി ബാക്ടീരിയ. ഈക്കോളി എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വലി ഹ്യൂമന്റെ വേസ്റ്റിൽ അല്ലെ, ഹ്യൂമൻ ഫിക്കസ് വരുന്ന അതിൽ ബാക്ടീരിയ ആണ് ആക്ച്വലി, അത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നേക്കുന്നത്. അതുപോലെ ഓരോ സബ്സ്റ്റൻസിന്റെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫുഡ് പ്രിസർവേറ്റീവ്, അതിൽ സോഡിയം ബെൻസനോയിറ്റ് കേട്ടിട്ടുണ്ടോ? അതൊക്കെയാണ് മെയിൻ ആയിട്ട്, അതിന്റെ പി പി എമ്മിന്റെ എമൗണ്ട് കൂടുതലാണ്, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ്, അത് ഭയങ്കര മൈന്യൂട്ട് ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാലും ഇഷ്യൂ ആണ് ആക്ച്വലി, മനസ്സിലായി. അപ്പൊ അതെല്ലാം നമ്മൾ 1 million എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ സബ്സ്റ്റൻസും എക്സ്പ്രസ് ചെയ്യാൻ ഓരോ ടേം ആണ് ആക്ച്വലി വരുന്നത്. ഓരോ പെർട്ടിക്കുലർ സബ്സ്റ്റൻസും എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഓരോ പെർട്ടിക്കുലർ ടേം ആണ്. അപ്പൊ ആ ടേം അനുസരിച്ച് നമ്മൾ എന്തിനേയും എക്സ്പ്രസ് ചെയ്യുള്ളൂ അല്ലെ, ഓർത്ത് നോക്കാം. നിങ്ങൾ നോർമലി കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിലോനാണ് വാങ്ങിക്കുക അല്ലെ, അതേസമയത്ത് ഗോൾഡിന്റെ ഒരു കടയിൽ ചെന്നിട്ട് 5 കിലോ ഗോൾഡ് അങ്ങനെയാണോ വാങ്ങിക്കാറ്? അല്ല, എന്താണ് പിന്നെ ഗ്രാമിലാണോ ഗോൾഡ് വാങ്ങിക്കുന്നത് കൂടുതൽ? പവനാണ് ആക്ച്വലി, ആൻഡ് ഗ്രാം അല്ലെ, രണ്ടും ഉപയോഗിക്കും. ഓർത്ത് നോക്കുക, ഗ്രാം പവൻ. 1 പവൻ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമ? 1 പവൻ നോർമലി. ഓർണമെന്റ് ഒക്കെ ആണെങ്കിൽ ഇത് 2 പവൻ, ആ ഇതിലാണ് ഗോൾഡ് റേറ്റിംഗ് ഒക്കെ വരിക. പറഞ്ഞോ, ശരിയാ. ഹാഫ് 8 gram കേട്ടോ, ഓർത്ത് 8 gram ആണ് 1 പവൻ. അപ്പോൾ ഓരോ സാധനത്തിനും ഓരോ സ്റ്റാൻഡേർഡ് ആണ് ആക്ച്വലി നമ്മൾ എടുത്തു പോവുക. അതുപോലെയാണ് ഈ ചാപ്റ്ററിലും അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ പി പി എം വരുമ്പോൾ ഇതുപോലെയുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള വോളിയത്തിൽ വരുന്നതാണ് ആക്ച്വലി. അതുപോലെ തന്നെയാണ് നിങ്ങൾ നേരത്തെ കണ്ടു മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം എന്തിനാണ് നോർമലി ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഫാർമസിയിലൊക്കെ
ചെന്നിട്ട് ടോണിക് ഒക്കെ കഴിക്കുമല്ലോ, ആ ടോണിക്കിലൊക്കെ നോർമലി ഇത്ര ml, ഇപ്പൊ ഒരു 100 ml അല്ലെങ്കിൽ 1000 ml, അതില് ഇത്ര ഗ്രാം ഇട്ടു, അങ്ങനെയായിരിക്കും അതിന്റെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഇൻ 100 ml അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേമുകളാണ്. ഇനി നമുക്ക് മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ആ ഒരു ഹെഡിങ്ങിലേക്ക് പോവാം. അടുത്ത ഹെഡിങ് എഴുതി വെക്കുമ്പോൾ മോൾ ഫ്രാക്ഷൻ, ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിൽ തന്നെ പോവാം. മോൾ ഫ്രാക്ഷൻ, മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ, മോൾ ഫ്രാക്ഷന് നമ്മൾ കൈ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. കൈ, മോൾ ഫ്രാക്ഷൻ കൈ ഈക്വൽ ടു എങ്ങനെയാ പഠിപ്പിച്ചേക്കുന്നത്? NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. then chi A equal to, then chi B equal to എന്തായിരുന്നു? NB divided by NA plus NB. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഓൾറെഡി ഇതുപോലെ ഒന്ന് എഴുതാം, അത് കഴിഞ്ഞിട്ട് ജനറൽ ഡെഫിനിഷൻ എഴുതാം കേട്ടോ. ഓക്കെ, then chi A plus chi B equal to 1. ഇത്രയാണ് ആദ്യത്തെ റെഡിമെയ്ഡ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. then A എന്തായിരുന്നു? what do you mean A? number of moles of A അല്ലേ? number of moles of A ആണ്. A എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ സോൾവെന്റ് ആണ്. B എന്ന് പറയുമ്പോൾ സോല്യൂട്ട് ആണ്. 1 എന്ന് പറഞ്ഞാലും 1 എന്ന് ഇവിടെ എക്ക് പകരം ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ അത് 1 ആദ്യത്തെ ലെറ്റർ ആണ് എങ്കിൽ അത് സോൾവെന്റ്. B എന്ന് പറയുമ്പോൾ സോല്യൂട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തു, ക്യാപിറ്റൽ A സോൾവെന്റ്, ക്യാപിറ്റൽ B എന്തായിരുന്നു? സോല്യൂട്ട്. അപ്പൊ NA മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ആൻഡ് സോല്യൂട്ട് കേട്ടോ. ഓക്കെ, സോൾവെന്റ് ആൻഡ് സോല്യൂട്ട്. അപ്പൊ ജനറൽ ഡെഫിനിഷൻ എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണന്റ് കേട്ടോ. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഓൾ ദി കമ്പോണന്റ്. മോൾ ഫ്രാക്ഷൻ ഓഫ് A equal to NA divided by NA plus NB. then chi A plus chi B equal to 1. അപ്പോൾ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 1. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ 1. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഓർത്ത് നോക്കുക, 2 കമ്പോണന്റ് ആണെങ്കിൽ ഈസി വേ ടു നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കൺസെപ്റ്റ് ഇത്രയാണ്. നമ്മൾ പെർസെന്റേജ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ടോട്ടലി 100ലാണ്. ആക്ച്വലി 100ലാണ്. ഇപ്പൊ ഞാൻ പറയാണ് 20% ഒരു സൊല്യൂഷൻ ആണ്, ബൈനറി സൊല്യൂഷൻ. 20% സൊല്യൂട്ട് എന്ന് പറഞ്ഞു, റിമൈനിങ് എന്തായിരിക്കും? അപ്പോൾ 80% സോൾവെന്റ് ആണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പൊ മോൾ ഫ്രാക്ഷൻ സോല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് 0.3 സോല്യൂട്ട് ആണ്. അപ്പൊ സോൾവെന്റ് എത്രയായിരിക്കും? 0.7. ടോട്ടൽ എത്ര കിട്ടും? അപ്പൊ ഇതിന് പെർസെന്റേജ് കൺവേർട്ട് ചെയ്ത് എത്രയായിരിക്കും? 30%. ഇത് എത്രയായിരിക്കും? 70%. ഇത് ലോജിക്കാണ് ആക്ച്വലി, പക്ഷെ 3 കമ്പോണന്റ് വന്നത് പറ്റില്ല. 3 or 4 കമ്പോണന്റ് വന്നാൽ പറ്റില്ല. ബൈനറി സൊല്യൂഷനിൽ നമുക്ക് പെർസെന്റേജ് ഇതും പെട്ടെന്നൊരു ഓവർവ്യൂ ഒക്കെ കിട്ടുമ്പോൾ എന്റെ അടുത്ത് ഇപ്പൊ ഇയാൾ വന്നിട്ട് പറയണം മോൾ ഫ്രാക്ഷൻ 0.12. അപ്പൊ ഞാൻ തന്നെ ഓർക്കും ടോട്ടൽ 100ൽ 10%ഓളം ആ കമ്പോണന്റ് ഉണ്ട്. അതെനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അതാണ് ക്ലാരിറ്റി. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കാണാൻ പഠിക്കുന്ന പോലെയാണ്. അങ്ങനെ ചെയ്യരുത്. ഒരു മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു എക്സ്പ്രസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് നിങ്ങൾ പുറം രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് ഫുഡ് സബ്സ്റ്റൻസ് ഒക്കെ അതിന്റെ പുറത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഓരോരോ സാധനങ്ങൾ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇത്ര പെർസെന്റേജ് ഉണ്ട്, ഇത്രയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് പറ്റുമ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഹെഡിങ് മൊളാരിറ്റി. മൊളാരിറ്റി നെക്സ്റ്റ് ഹെഡിങ് മൊളാരിറ്റി. മൊളാരിറ്റി മൊളാരിറ്റി RITY ക്യാപിറ്റൽ M ആണ് റെപ്രസെന്റ് ചെയ്യുക. ക്യാപിറ്റൽ M മൊളാരിറ്റി, ക്യാപിറ്റൽ M. ഫസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചു. മൊളാരിറ്റി ക്യാപിറ്റൽ M ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ്, ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട്, സോല്യൂട്ട് all divided by volume of solution in liter, in liter. Number of moles of solute divided by
വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. Number of moles of solute divided by volume of solution in liter. Then ഇതിന്റെ റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനും എന്തായാലും അറിയണം. M equal to number of moles of solute. മോൾസ് ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ 11th നോക്കിയതാണ് മോൾസ് ഫൈൻഡ് ചെയ്തത്. എങ്ങനെയായിരുന്നു? ഗിവൺ മാസ് അല്ലെങ്കിൽ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്, ഓർ ആറ്റം ആണെങ്കിൽ ആറ്റമിക് മാസ്. അപ്പോൾ ഇവിടെ നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് WB ഡിവൈഡഡ് ബൈ MB. ഇവിടെ ഓർത്ത് നോക്കുക. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 2, ഇവിടെ 2, സെക്കൻഡ് ലെറ്റർ ഇവിടെ ഓർത്ത് നോക്കാം. അപ്പോൾ WB ഡിവൈഡ് ബൈ MB എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി ആയി അല്ലെ? നമ്പർ ഓഫ് മോൾസ് ആയി. ദെൻ ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. മിക്കപ്പോഴും ML ആയിരിക്കും വോളിയം നമുക്ക് ഓൾറെഡി മെൻഷൻ ചെയ്യാറ്, VML. അപ്പോൾ ML ആണെങ്കിൽ മാത്രം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യാം? ഈ പറയുന്ന മില്ലി ലിറ്റർ ML ആണ് എങ്കിൽ ആണ് 1000 കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട. ഇത് റെഡിമെയ്ഡ് ഇക്വേഷൻ ആണ്. ഈ റെഡിമെയ്ഡ് ഇക്വേഷൻ പഠിക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഈ ഗിവൺ മാസ് ഇത് തരില്ല, മൊളാരിറ്റി ഓൾറെഡി തരും കേട്ടോ. മൊളാരിറ്റി തരും, എന്നിട്ട് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും, ഓവർവ്യൂ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ M equal to WB. What do you mean WB? മെൻഷൻ ചെയ്യണം. WB ഗിവൺ മാസ്, MB മോളാർ മാസ് കേട്ടോ. മോളിക്യൂളിന്റെ മാസിനെയാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. 1000 ഡിവൈഡഡ് ബൈ V. ഫേമസ് ആയിട്ടുള്ള മോളിക്കുലർ മാസുകളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഗ്ലൂക്കോസ് മോളിക്കുലർ മാസ് എത്രയാ? വെരി ഗുഡ്, 180. കെയിൻ ഷുഗർ എത്രയാ? ശരിയാ പറഞ്ഞോ, 342 കേട്ടോ. ഓക്കെ, CaCO3 100 കണ്ടോ, ഓർത്ത് നോക്കാം. CaCO3 100. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എറർ വരാൻ ചാൻസ് കുറവാണ്. ഇത് കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല, ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആണ് ആക്ച്വലി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പൊ NaCl എന്ന് പറയുമ്പോൾ ക്ലോറിൻ 35.5, Na എത്രയാ? 23. ഏറ്റവും കൂടുതൽ വരുന്ന 58.5. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മോളിക്യൂളിന്റെ മാസം എവിടെ വരെയുള്ള അറിഞ്ഞിരിക്കണം? 20 വരെ ഉള്ളത് കേട്ടോ. അത് ഫിക്സ്ഡ് ആണ്, ക്ലിയർ ആയിട്ട് അത് നന്നായിട്ട് അറിഞ്ഞു വെക്കുക. മൊളാരിറ്റി ഇവിടെ കംപ്ലീറ്റ് ആയി. മൊളാരിറ്റി ഇപ്പോൾ സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിൽ മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, ദെൻ നെക്സ്റ്റ് മൊളാലിറ്റി. നെക്സ്റ്റ് മൊളാലിറ്റി, നെക്സ്റ്റ് ഹെഡിങ് മൊളാലിറ്റി. സ്മോൾ m ആണ് മൊളാലിറ്റി കേട്ടോ. സ്മോൾ m equal to number of moles of solute. സെയിം തന്നെ, number of moles of solute all divided by mass of solvent in kilogram. Mass of solvent in kilogram. Mass of solvent in kilogram. Then ready-made equation small m equal to നേരത്തെ പാറ്റേൺ WB divided by MB. എന്തായിരുന്നു? given mass divided by molecular mass into 1000 divided by WA. ഗ്രാം ആണ് WA കേട്ടോ, ഓർത്ത് നോക്കുക. ഇത് ഗ്രാമിലാണെങ്കിലാണ് ഈ 1000 ഉള്ളൂ കണ്ടോ, ഓർത്ത് നോക്കുക. വോളിയം ഇൻ കിലോഗ്രാം ആണ് ആക്ച്വലി. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡഡ് ബൈ 1000 വരും, അത് ടോപ്പിലേക്ക് വരും കേട്ടോ, ഓർത്ത് നോക്കുക. ഓൺലൈനിൽ നിങ്ങൾക്ക് വിസിബിൾ അല്ലേ? ബോർഡിൽ ഇടുന്ന എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോ സ്മോൾ m equal to given mass divided by molecular mass 1000 divided by WA. WA means എന്തായിരുന്നു? മാസ് ഓഫ് സോൾവെന്റ് കേട്ടോ. WA എന്തായിരുന്നു? മാസ് ഓഫ് സോൾവെന്റ്. അപ്പോ ഈ 3 ടേം കറക്റ്റ് ആയിരിക്കണം. ഈ 3 ടേം വരണം. കാരണം ഈ ചാപ്റ്ററിൽ ഇനി നിങ്ങൾ വരുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അവിടെ ഡെൽറ്റ ടി ബി ഈക്വൽ ടു KB ഇൻറ്റു M ആണ്. M എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൊളാലിറ്റി. Then next osmotic pressure pi equal to CRT. C എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ. മൊളാരിറ്റി ആണ് കോൺസെൻട്രേഷൻ. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? മൊളാരിറ്റി ഇത് വരും, വോളിയം വരും. ഉണ്ടോ, ഓർത്ത് നോക്കാം, വോളിയം വരും. അപ്പോൾ ഈ പറയുന്ന മൊളാരിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത്
പുറത്ത് വെച്ചേക്കണം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും വരെ 3 ടേം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇക്വേഷൻസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു നോക്കണം. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു ഇക്വേഷൻ പറഞ്ഞാൽ മതി. മോൾ ഫ്രാക്ഷൻ Chi equal to Na divided by Na plus Nb. Then next എന്തായിരുന്നു? molarity അല്ലെ? ക്യാപിറ്റൽ M equal to ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് solute divided by volume of solution in liter. Then next molality. molality എന്തായിരുന്നു? ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പക്ഷെ എന്താണ് പാസ്റ്റ് ഇയറിൽ ചോദിച്ചേക്കുന്നത് കേട്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ഓക്കെ, പാസ്റ്റ് ഇയറിൽ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതിൽ ഒരു ക്വസ്റ്റ്യൻ, കാരണം നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ വരും എന്നുള്ളൊരു ഐഡിയ വേണം. ഡെഫിനിഷൻ, ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. ആകെ കൂടി ഈ ടോപ്പിക്കിൽ നിന്ന് വന്നേക്കുന്ന ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ശ്രദ്ധിച്ച് ആൻസർ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഒരു 3 പ്രാവശ്യം വന്നേക്കുന്നതാണ്. ഒരു ഡൽഹി സെറ്റിലും വന്നിട്ടുണ്ട്. ഇല്ലേ, 2 പ്രാവശ്യം വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി ഇൻ സൊല്യൂഷൻ. എളുപ്പമല്ലേ? മൊളാരിറ്റി എന്നുള്ള ഡിഫറൻഷിയേഷൻ ആണ് വന്നേക്കുന്നത്. അടുത്ത പോയിന്റ് നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ടാണ്. കാരണം ഈ ചാപ്റ്ററിൽ അധികം മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം. ഇതാണ്: വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് ഓൺ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി ഇൻ എ സൊല്യൂഷൻ? ടെമ്പറേച്ചർ ചേഞ്ച്, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. മൊളാരിറ്റി നോ ചേഞ്ച് ആണോ? മൊളാരിറ്റി മൊളാലിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ് അല്ല കേട്ടോ, ഓർത്തോക. ദെൻ മൊളാരിറ്റി മൊളാരിറ്റി ഡിപെൻഡ് അപ്പോൺ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മൊളാരിറ്റിയിൽ ഇവിടെ വോളിയത്തിന് ഡിഫറൻസ് വരും. പക്ഷെ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കാരണം എന്താണെന്ന് അറിയും, ഈ ക്വസ്റ്റ്യൻ ഇത് വരും. പക്ഷെ ഈ ക്വസ്റ്റ്യന്റെ ബേസ് കിടക്കുന്നത് നിങ്ങൾക്ക് ഡിലീറ്റഡ് ആയ ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ക്വസ്റ്റ്യന്റെ ഒന്നായി ചോദിക്കും. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് 11th ഉണ്ടായിരുന്നു. തെർമോഡൈനാമിക്സ് ഓർമ്മയില്ലേ? അതിന് തൊട്ട് മുമ്പ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അവിടെ ലോ ഉണ്ടായിരുന്നു: ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. എൻട്രൻസ് പോയ ആൾക്കാർക്ക് അറിയാം, അതിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടാവും. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. അവിടെ പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസസ്, വോളിയം ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ പണ്ട് ഇതറിയാം, ബലൂൺ. നിങ്ങൾക്ക് ഇതിൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ബലൂൺ വാങ്ങിക്കും. ഓൾറെഡി എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ ഒരു ബലൂൺ വാങ്ങിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അത് വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ പൊട്ടിപ്പോകും. വാട്ട് ഇസ് റീസൺ? ഹോട്ട് എയർ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? എക്സ്പാൻഡ് ചെയ്യും. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ വേർഷൻ ആണ് നിങ്ങൾ കണ്ടു കാണും അല്ലെ? ഹോട്ട് എയർ ബലൂൺസ് കേട്ടല്ലേ? അവിടെ മിഡിൽ എന്ത് ചെയ്യും? അവര് ഹീറ്റ് ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യും. അവിടുത്തെ അല്ലെ? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എക്സ്പാൻഷൻ വരും. അപ്പോൾ ടെമ്പറേച്ചറും വോളിയം എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ചാൾസ് ലോ ആണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ത് പറ്റും? വോളിയം ഇൻക്രീസസ്, മൊളാരിറ്റി ഡിക്രീസസ്. ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ എഴുതി വെക്കുക മൊളാരിറ്റിയുടെ അവിടെ കേട്ടോ. അവിടെ ഒരു എക്സ്ട്രാ പോയിന്റ്, ഒരു പോയിന്റ് എഴുതിയാൽ മതി. ടെമ്പറേച്ചർ ഇൻക്രീസസ്, മൊളാരിറ്റി. ടെമ്പറേച്ചർ increases, volume increases, and molarity decreases. Temperature increases, volume increases, molarity decreases. Then molality under ഒരു പോയിന്റ് സ്റ്റാർ ഇട്ടിട്ട് ഒരു കൊച്ചു പോയിന്റ് എഴുതി വെക്കുക. Molality independent of temperature. Molality independent of temperature. Molality independent of temperature. Independent of temperature. Then ഇവിടെ നിന്ന് പാസ്റ്റ് ഇയറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. അത് നിങ്ങൾക്ക് 11th വന്ന അതേ ക്വസ്റ്റ്യൻ ആണ്. 11th ഓർമ്മയുണ്ടോ? ഡെൻസിറ്റി തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡെൻസിറ്റിയും ഇതും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇതിന്റെ താഴെ. അപ്പൊ ഈ ടോപ്പിക്ക് നിങ്ങൾ ഈ കൺസെപ്റ്റ് പഠിച്ച് ഏകദേശം ക്ലിയർ ആണ്. പക്ഷെ
പാസ്റ്റ് ഇയറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ എഴുതി പോകണം കേട്ടോ. അവിടെ ഒന്ന് എഴുതി വെക്കാം, എന്റെ താഴെ എഴുതി വെക്കാം. കാൽക്കുലേറ്റ് the molarity of 9.8% solution of H2SO4 if calculate the molarity of 9.8% solution of H2SO4 if the density of the solution is 1.02 gram per ml. Density of the solution 1.02 gram per ml. Within bracket, molar mass of H2SO4 98 gram per mole. Molar mass of H2SO4 98 gram per mole. 98 gram per mole. 98 gram per mole. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ആണ് അല്ലേ ക്വസ്റ്റ്യൻ വരിക. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി. ഇവിടെ സോല്യൂട്ട് സോൾവെന്റ് അതൊന്നും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് വന്നേക്കുന്നത്. 9.8 gram H2SO4. ഇങ്ങനെ പെർസെന്റേജ് തന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇവിടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ പെർസെന്റേജ് തന്നു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കുമായിട്ട് കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേമിന്റെ ഏത് ടോപ്പിക് വന്നാലും അതിനെ നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്യുന്ന ഒരു ലൈൻ എഴുതണം. അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പോവാം. 9.8 gram H2SO4 in 100 gram of solution. 100 gram of solution. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണം കേട്ടോ. 9.8 gram H2SO4 in 100 gram of solution. പെർസെന്റേജിന്റെ എന്ത് തന്നാലും ഇതുപോലെ എഴുതി പോകണം. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റിയിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോല്യൂട്ടിന്റെ മാസ് എത്രയായിരിക്കും ഇതിൽ? സോല്യൂട്ട് മാസ് 9.8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ മൊളാരിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ ആദ്യം എഴുതും അല്ലെ. ഈ ക്വസ്റ്റ്യൻ കണ്ട ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം, മൊളാരിറ്റിയുടെ ഇക്വേഷൻ എഴുതി. ഇതിൽ WB ആണ് സോല്യൂട്ട്. അപ്പൊ നമ്മൾ സോല്യൂട്ട് മാസ് ഓൾറെഡി WB എത്രയായിരിക്കും? 9.8 gram. ഇനി ഇതിൽ സോൾവെന്റ് ആവശ്യമില്ല. സോൾവെന്റ് എത്രയായിരിക്കും ഇതിനകത്ത്? 100 മൈനസ് 9.8. സോൾവെന്റ് ഫൈൻഡ് ചെയ്യാൻ. അതാണെങ്കിൽ മൊളാലിറ്റിക്ക്. മൊളാലിറ്റി ആയിരുന്നു വെച്ചെങ്കിൽ നമ്മളപ്പോ തന്നെ ഈ WA ഫൈൻഡ് ചെയ്യും. ഓക്കെ, ഇത് മൊളാരിറ്റി ആണ്. നമുക്ക് WB കിട്ടിയാൽ മതി. MB എത്രയായിരിക്കും? MB മോളിക്കുലർ മാസ്. ക്വസ്റ്റനിൽ വായിച്ചിട്ട് പറഞ്ഞാൽ മതി. മോളിക്കുലർ മാസ് ക്വസ്റ്റൻ അനലൈസ് ചെയ്യണം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. മോളിക്കുലർ മാസ് ഓഫ് ശരിയാണ് 98. വെരി ഗുഡ്. MB ഉണ്ടോ? ഓർത്ത് നോക്കുക. MB മോളിക്കുലർ മാസ് നിങ്ങൾ വേർഡിൽ എഴുതണം. മോളിക്കുലർ മാസ് MB ഈക്വൽ ടു 98. ഈസിയാണ് ആക്ച്വലി, വേറെ കാര്യമൊന്നുമില്ല. ആകെ കൂടി നമുക്ക് ഓൾറെഡി ഈക്വേഷൻ എഴുതി അല്ലെ. ഈ രണ്ട് ഇക്വേഷൻ എഴുതണം കേട്ടോ. ഓർത്ത് നോക്കുക. അതില് WB MB ഓൾറെഡി ഫൈൻഡ് ചെയ്തു അല്ലെ. ഇൻറ്റു 1000 ബൈ V. V ഓൾറെഡി ഇല്ല. ഓൾ അതർ തിങ്സ് ആർ ഈസ് ദെയർ. സോ വോളിയം ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡെൻസിറ്റി ഈക്വൽ ടു എന്തായിരുന്നു? മാസ് ബൈ വോളിയം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എറർ വരുന്നത്. ഈ വോളിയം ഇൻ മാസ് 100. അവിടെ ശ്രദ്ധിച്ചേക്കണം. ചില ആൾക്കാർ മാസ് എന്ന് പറയുമ്പോൾ ഈ മാസ് ഒക്കെ എടുത്തു പോകും കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ ഇത് കംപ്ലീറ്റ് ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. 100 ആണ്. പെർസെന്റേജ് എന്നാൽ ഇവിടെ എപ്പോഴും മാസ് ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ എഴുതുമ്പോൾ ഒന്ന് ക്ലാരിറ്റിയിലേക്ക് എഴുതാം. മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അപ്പോ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ദെയർഫോർ വോളിയം ഈക്വൽ ടു എന്തായിരിക്കും? വോളിയം ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. മാസ് 100 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എത്രയായിരുന്നു? 1.02. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, WB ഓൾറെഡി ഗിവൺ
എം ബി ഗിവൺ വി. വി നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു. അപ്പൊ ആകെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ മാത്രമാണ് അല്ലെ, ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ട്രാ വരും. ഇപ്പൊ ഡെൻസിറ്റി ഇതിനു മുമ്പ് നിങ്ങൾ, അപ്പൊ ഈ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിനും പ്രീ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബോർഡിൽ വരുള്ളൂ. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ത്രെഡുകൾ കണക്ട് ചെയ്തിട്ട് അവർ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യും. അതേ മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു ഡെൻസിറ്റിയുടെ വരുമ്പോൾ അത് മറന്നുപോയി, അത് ചെയ്തില്ല, അവിടെ മാർക്ക് പോകും. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. അപ്പൊ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന്റെ കോമൺ ഫ്രെയിം എല്ലാം പഠിച്ചു നോക്കുക. ആ ക്ലാരിറ്റിയാണ്. അത് അല്ലാത്ത ഒരെണ്ണം പഠിക്കുക. അല്ലെങ്കിൽ കുറെ പഠിച്ചു കഴിഞ്ഞാൽ മറന്നുപോകും, ക്ലാരിറ്റി ഉണ്ടാവില്ല. അൾട്രാ ക്ലിയർ ആയിട്ട് അല്ലേ എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക, അതിൽ നിങ്ങൾ മാസ്റ്റർ ആവുക. അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പോവും, ക്ലാരിറ്റി വരും. ഓർത്ത് നോക്കാം അത് വരും. ഇപ്പൊ നിങ്ങൾ ഫോർമുല 1 ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഓർത്ത് നോക്കാം, ഒരു വണ്ടി ഓടിക്കുന്നു എന്ന് കരുതുക അല്ലെ, ആ ടൈപ്പ് തന്നെ അയാൾ ഓടിച്ചിട്ട് മാസ്റ്റർ ആവാൻ നോക്കും. അതിന് പകരം എഞ്ചിൻ വേറെ, ഇത് മാറി, അങ്ങനെ കുറെ ടൈപ്പുകൾ പ്രാക്ടീസ് ചെയ്യും. ഇല്ല, അയാൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഫിനിഷിംഗ് വരുന്ന സമയത്ത് ഒരേ പാറ്റേൺ എടുത്ത് അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്ത് ആ ഒരു ഇത് എഞ്ചിന്റെ മോഡലും അതിന്റെ ടൈപ്പും അതിന്റെ ഇതിലും അയാൾ മാസ്റ്റർ ആവാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലാരിറ്റി വരും. അതർവൈസ് നിങ്ങൾ ഫോക്കസ്ഡ് ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നൊരു ടോപ്പിക് പഠിക്കുക, അതിന്റെ 1-2 എക്സ്ട്രാ വന്നേക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടണം ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, ഇതൊക്കെ അല്ലേ, വേറെ അധികമൊന്നും ഇതിൽ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നില്ല. ഇനി വരാൻ ചാൻസ് ഉള്ളത്, ഇന്നേവരെ അങ്ങനെ വന്നില്ല, അത് മൊളാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഡെൻസിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ മിക്സ് ചെയ്യും. അത്രേ ഉള്ളൂ. അത് ഇതുപോലെ തന്നെ ചെയ്തു പോയാൽ മതി കേട്ടോ. അപ്പോ ആൻസർ എങ്ങനെയായിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. കിട്ടി അല്ലെ? എത്ര കിട്ടി? എം ഈക്വൽ ടു അല്ലെ, ഈസിയാണ്, അതുകൊണ്ടാ 9.8 ഡിവൈഡ് ബൈ 98 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വി എത്രയായിരുന്നു അല്ലെ, വോളിയം എന്ന് പറയുമ്പോൾ ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 100 ബൈ അല്ലെ, അപ്പോ ഇൻറ്റു 1.02 ഡിവൈഡ് ബൈ 100 ക്യാൻസൽ ആയി പോവും. എത്ര പോവും? 10 വരും അല്ലെ, 10. ഈ 10 കൂടി ക്യാൻസൽ ആയി. അപ്പൊ എത്ര കിട്ടി? 1.02 കേട്ടോ. ഓർക്കുക, അപ്പൊ മൊളാരിറ്റി 1.02. യൂണിറ്റ് എന്തായിരിക്കും? മോൾ പെർ ലിറ്റർ കേട്ടോ. ഓർത്ത് നോക്കുക, മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്റർ യൂണിറ്റ് മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്റർ യൂണിറ്റ് വരുന്നത് മോൾ പെർ ലിറ്റർ, 1.02 മോൾ പെർ ലിറ്റർ. നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് പോവാം. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, സോലുബിലിറ്റി. സോലുബിലിറ്റി, അതിലെ ഫസ്റ്റ് ഹെഡിങ് സോലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് മതി, ഇവിടെ വരെ എഴുതാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണം കേട്ടോ. ക്യാൻസൽ ചെയ്ത് പോയി. നെക്സ്റ്റ് ഹെഡിങ് സോലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. സോലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. Solubility of a solid in a liquid. Solubility of a solid in a liquid. Underline ചെയ്യുക, ഇമാജിൻ ചെയ്യുക. ഫസ്റ്റ് ഒരു അല്ലെ സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ എടുത്ത് വാട്ടറിൽ മിക്സ് ചെയ്യും അല്ലെ. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആ പ്രോസസ്, അത് ഇമാജിൻ ചെയ്യുക, എന്നിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ഒന്ന് എഴുതി വെക്കാം. ഡിസൊല്യൂഷൻ കേട്ടോ. ഓർത്ത് വെക്കുക, ഡിസൊല്യൂഷൻ എന്ന് എഴുതി വെക്കുക. ഡിസൊല്യൂഷന്റെ ഡെഫിനിഷൻ ആയിട്ടുള്ള വേർഡ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്, ഡിസൊല്യൂഷൻ. When a solid solute is added to the solvent, when a solid solute is added to the solvent, comma, some solute dissolves and its concentration increases in solution. When a solid solute is added to the solvent, some solute dissolve and its concentration increases in solution. And its concentration increases in solution. To stop, this process is known as dissolution. This process is known as dissolution. Dissolution.
ഇതിന്റെ താഴെ അടുത്തൊരു പോയിന്റ് കൂടി എഴുതാനുണ്ട്. അടുത്തൊരു നെക്സ്റ്റ് പോയിന്റ് ആണ് ഈ ടോപ്പിക്കില് ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ നെക്സ്റ്റ് പോയിന്റ് ഈ ഹെഡിങ്ങിന്റെ അണ്ടറിൽ തന്നെയാണ് ക്രിസ്റ്റലൈസേഷൻ. അതും കൂടി എഴുതി വെച്ചു. സം സോല്യൂട്ട് പാർട്ടിക്കിൾ in solution, some solute particles in solution colloid with solid solute particle, colloid with solid solute particle and get separated out of solution. And get separated out of solution. And get separated out of solution. To stop, this process is known as crystallization. This process is known as crystallization. Third point, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. തേർഡ് പോയിന്റ്, ടെമ്പറേച്ചർ ഇൻക്രീസസ്, solubility generally increases. Temperature increases, solubility generally increases. ബ്രാക്കറ്റില് ഒരു കണ്ടീഷൻ എഴുതണം. ഡെൽറ്റ എച്ച് പോസിറ്റീവ് കൊമ എൻഡോതെർമിക്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് കൊമ എൻഡോതെർമിക്. ആ ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കോളും കേട്ടോ, ഓർത്ത് വെക്കാം. ഈ കൺസെപ്റ്റിന്റെ ക്ലാരിറ്റിയിലേക്ക് വരാം. ഈ കൺസെപ്റ്റ് നിങ്ങൾ ആദ്യം പഠിക്കുന്നത് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയത്തില് ഫസ്റ്റ് നമ്മൾ പഠിച്ചേക്കുന്നതാണ് സോളിഡ് ടു ഗ്യാസ്. അങ്ങനെ പറഞ്ഞ അങ്ങനെ ഫേസ് ട്രാൻസ്ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നുകൂടി പറയാം. ചാപ്റ്റർ 11th ഇക്വിലിബ്രിയം. അതിൽ ആദ്യം പറയുന്നത് സോളിഡ് ടു ഗ്യാസ്, പിന്നെന്തായിരുന്നു സോളിഡ് ടു ലിക്വിഡ്. സോളിഡ് ടു ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആക്ച്വലി അല്ലെ? സോളിഡ് ടു ഗ്യാസ് സബ്ലിമേഷൻ, റേറ്റ് ഓഫ് സബ്ലിമേഷൻ ഓഫ് ഗ്യാസ് ടു സോളിഡ് ഈക്വൽ ടു റേറ്റ് ഓഫ് സബ്ലിമേഷൻ ഓഫ് സോളിഡ് ടു ഗ്യാസ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചേക്കുന്ന അത് കഴിഞ്ഞിട്ടുള്ള ഹെഡിങ് ഇതാണ്. ഇവിടെ നിങ്ങൾ പഠിച്ചേക്കുന്നതാണ് സോളിഡ് ലിക്വിഡ്. അവിടെയും ഇക്വിലിബ്രിയം ആണ്. എങ്ങനെയായിരുന്നു? ഒരു സോളിഡ് എടുത്ത് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്യും. ആ പ്രോസസ്സാണ് ഡിസൊല്യൂഷൻ. അത് തിരിച്ച് ആ പാർട്ടിക്കിളിന് സോളിഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. അതാണ് ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും? എങ്ങനെ കാണാൻ പറ്റും? നമുക്ക് ഇങ്ങനെ കാണണം, അത് വിഷ്വലൈസ് ചെയ്യണം. അങ്ങനെയുള്ളതുണ്ട്, ഇഷ്ടംപോലെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അത് എന്താണ്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കണം. അതെങ്ങനെ സൂപ്പർ സാച്ചുറേറ്റഡ്? നന്നായിട്ട് ഹോട്ട് ചെയ്തേക്കുന്ന അല്ലെ, നല്ല ഹോട്ട് സൊല്യൂഷൻ, അതിലേക്ക് പരമാവധി സോളിഡ് ഡിസോൾവ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഓൾറെഡി അത് സെഡിമെന്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂളാകുമ്പോൾ താഴെ വന്നിട്ട് എന്ത് ചെയ്യും? ക്രിസ്റ്റൽസ് ഫോം ചെയ്യും ചെറുതായിട്ട്. അത് നല്ല ഭംഗിയായിട്ടുള്ള വീഡിയോസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വാട്ടർ ഹീറ്റ് ആക്കുക. കേക്കൊക്കെ ഉണ്ടാകുമ്പോൾ കാരമൻ മിക്സറൊക്കെ ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് പോലെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആകും. എന്തുകൊണ്ടാണ്? വാട്ടറിന്റെ ആ മോളിക്യൂളിന്റെ ഇൻബിറ്റ്വീൻ സ്പേസ് കൂടി കൂടുതൽ മോളിക്യൂൾ അതിലേക്ക് ഡിസോൾവ് ചെയ്യും. ഇനി അത് കൂളാക്കുമ്പോൾ എന്ത് പറ്റും? പതുക്കനെ ആ പാർട്ടിക്കിൾ കൊളോയിഡ് ചെയ്തിട്ട് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. അതാണ് ഇപ്പൊ നിങ്ങൾ എഴുതിയിരിക്കുന്ന ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ സോല്യൂട്ട് പാർട്ടിക്കിളിന് വീണ്ടും സോളിഡ് ആവാനുള്ള ഒരു ടെൻഡൻസി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ തേർഡ് പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ജനറലി സോലിബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ്. അടുത്ത ഹെഡിങ്, solubility of a gas in a liquid. Solubility of a gas in liquid. Solubility of a gas in liquid. Solubility of a gas in liquid. Subheading എഴുതി വെക്കുക, ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ കേട്ടോ, ഓർത്തോ. ഈ ലോ എല്ലാവരും കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ എഴുതി വെച്ചു. The solubility of a gas in liquid is the solubility of a gas in a liquid is the solubility of a gas in liquid
is directly proportional to solubility of gas in a liquid is directly proportional to the partial pressure of the gas, directly proportional to the partial pressure of the gas. The solubility of a gas in a liquid is directly proportional to the partial pressure of the gas. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം ഓർ മോൾ ഫ്രാക്ഷൻ. രണ്ട് രീതിയിൽ ലോ പറയാം. ഇവിടെ ഓർത്ത് വെക്കാം. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് പറയാം. ഇവിടെ ഓർത്ത് വെക്കാം. രണ്ട് രീതിയിലും ഈ ലോ പറയാം. അപ്പൊ അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഓർ മോൾ ഫ്രാക്ഷൻ എന്ന് എഴുതി വെക്കാം. ദെൻ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. ഇക്വേഷൻ P equal to KH into chi. then ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ chi1. ഈ 1ന്റെ മീനിങ് ഇതാ ഞാൻ പറയാം. ഇപ്പോ പ്രഷർ ഓഫ് നൈട്രജൻ ഇങ്ങനെയാണെങ്കിൽ എന്ത് വരും? KH into N2 കേട്ടോ. അപ്പൊ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ ആ രീതിയിൽ ഓർത്തു വെക്കുക. ഇതാണ് ഇക്വേഷൻ. അതിന് മീനിങ് ഓർത്തു വെക്കുക. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിവിജ്വൽ പ്രഷർ കേട്ടോ. ഓർത്തു വെക്കുക. ഇൻഡിവിജ്വൽ പ്രഷറിന്റെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർഷ്യൽ പ്രഷർ. അപ്പൊ പ്രഷർ ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു KH2 മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ കേട്ടോ. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. ഇവിടെ KH എഴുതി. KH ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. KH ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. what do you mean chi? Chi means mole fraction. P1 equal to KH into chi എന്ന് ഓർത്തു വെക്കുക. 1 ചേർത്ത് അങ്ങനെ 1 എന്ന് ഓർത്തു വെക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിന്റെ മീനിങ് ഇതാണ്. പ്രഷർ ഓഫ് N2 ആണെങ്കിൽ KH ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് N2. ഓക്കെ, അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകേണ്ടത്. ദെൻ ഈ ടോപ്പിക്കില് നെക്സ്റ്റ് ഇവിടെ ഈ കൺസെപ്റ്റ് ഒന്നും കൂടി പറയാം. ഒരു പെർട്ടിക്കുലർ ലിക്വിഡില് ഗ്യാസ് ഡിസോൾവ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? പ്രഷർ കൊടുക്കണം. അതാണ് ഈ കൺസെപ്റ്റിന്റെ മെയിൻ ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രഷർ ഇൻക്രീസസ്, സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത് അക്വാട്ടിക് ലൈഫ് ഫേവറബിൾ ഇൻ കോൾഡ് ക്ലൈമറ്റ് വൈ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. എന്തായിരുന്നു? എടുത്തു കഴിഞ്ഞ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. അക്വാട്ടിക് ലൈഫ് ഫേവറബിൾ ഇൻ കോൾഡ് ക്ലൈമറ്റ് വൈ? എന്തായിരിക്കും? ലോ ടെമ്പറേച്ചർ കണ്ടോ. ഓർത്ത് നോക്കുക. ലോ ടെമ്പറേച്ചറിൽ എന്ത് വരും? സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ KHന്റെ വാല്യൂ, KH അതിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ടെമ്പറേച്ചർ ഡിക്രീസസ്, ടെമ്പറേച്ചർ ഡിക്രീസസ്, ടെമ്പറേച്ചർ ഡിക്രീസസ്, ടെമ്പറേച്ചർ ഡിക്രീസസ്, solubility of a gas in liquid increases. Temperature decreases, solubility of a gas in liquid increases. Temperature decreases, temperature decreases, solubility of gas in liquid increases. So aquatic life more comfortable in cold water. 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 ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ കോമൺ എറർ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് സോലിബിലിറ്റി ഇൻക്രീസസ് എന്ന് പറയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. കാരണം നമുക്ക് ഒരു ചൂട് ചായയിൽ പെട്ടെന്ന് ഷുഗർ ഇട്ടാൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് പല ആൾക്കാരും ടെമ്പറേച്ചർ ഇൻക്രീസ് സോലിബിലിറ്റി ഇൻക്രീസസ് ആണ്, അതുകൊണ്ട് അങ്ങനെ വരും. പക്ഷെ നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, നിങ്ങൾക്ക് കോൾഡ് സോഡ ആൻഡ് ഹോട്ട് സോഡ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? കോൾഡ് സോഡ ആയിരിക്കും. ഒരു ആൾ പോയുമ്പോൾ ഒരു കടയിൽ പോയി ഹോട്ട് സോഡ എന്നെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കുഴപ്പമുണ്ടെന്ന് പറയുള്ളൂ. ആക്ച്വലി നോർമലി നിങ്ങൾക്ക് അറിയാം, കോൾഡ് സോഡ എടുത്തു കഴിഞ്ഞിട്ട് അതിങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ കോൾഡ് സോഡയിൽ ആ ബബിൾസ് ഇങ്ങനെ പതുക്കെ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ പിടിച്ചു ഞാൻ പോണില്ല എന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ വരും. അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും? സോലിബിലിറ്റി ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം തണുത്ത നല്ല കോൾഡ് ക്ലൈമറ്റ് ഉള്ള
കൺട്രീസിലെ റിവറിന്റെ മുകളിൽ മുഴുവൻ എന്ത് വരും, ഐസ് വെച്ച് ഫുൾ കവേർഡ് ആയിരിക്കും. അതിന്റെ താഴെ അക്വാട്ടിക് ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കും. വാട്ട് ഇസ് റീസൺ? അവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ കൂടുതൽ ഓക്സിജൻ എന്തുണ്ടാവും, ആ വാട്ടറിൽ ഡിസോൾവ് ആകും. അതുകൊണ്ട് അത് എന്താവും, വളരെ ക്ലിയർ ആയിട്ട് പോകും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ അല്ലെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് ഇവിടെ വരുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. ഫസ്റ്റ് പോയിന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്, എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോയില് എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്. എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സോഡ, വാട്ടർ കേട്ടോ. ഓർത്ത് നോക്കുക, ജനറൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. അവിടുത്തെ കൺസെപ്റ്റ് എന്താ, എങ്ങനെ എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുക? പ്രഷർ ഇൻക്രീസ് ചെയ്യും, സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, ഹൈ പ്രഷർ solubility of carbon dioxide increases in water. High pressure solubility of carbon dioxide. Aerated soft drinks ൽ carbon dioxide ആണ് മെയിൻ അല്ലേ. ഹൈ പ്രഷർ, ആ കൺസെപ്റ്റ് ഒന്ന് ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാം. ഹൈ പ്രഷർ, ഹൈ പ്രഷർ എന്തായിരുന്നു, സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് കേട്ടോ. ഓർത്തോ, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാത്രേ ഉള്ളൂ. അടുത്ത 2 പോയിന്റ് ഓർമ്മയുണ്ടോ ആപ്ലിക്കേഷനിൽ? കഴിഞ്ഞ ആൾക്കാരൊന്ന് പറയട്ടെ. സ്കൂബ ഡൈവേഴ്സിന്റെ അല്ലെ, ഓർത്തോക. ആ സിറ്റുവേഷൻ എന്താന്ന് ഓർമ്മയുണ്ടോ? ബെൻഡ് കേട്ടോ. ഓർത്തോക, ബെൻഡ്. വേറെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അനോക്സിയ. ഇനി 2 എണ്ണമാണ് വരുന്നത്. അത് ബെൻഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇതാണ്. അതിന്റെ കണ്ടീഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, സ്കൂബ ഡൈവേഴ്സ് അണ്ടർ വാട്ടറിലേക്ക് ഇങ്ങനെ പോവാണ്. ആക്ച്വലി അണ്ടർ വാട്ടറിലേക്ക് പോകും. അപ്പൊ എന്ത് പറ്റും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഏർലിയർ ടൈമിൽ പണ്ട് ഗ്യാസ് ആയിട്ട് വരുന്നത് എയർ ആണ് കളക്ട് ചെയ്ത് വരുന്നത്. എയർ ഉണ്ടല്ലോ, നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയർ. എയറിലെ പെർസെന്റേജ് എന്തായിരുന്നു, ഏറ്റവും കൂടുതൽ കമ്പോണന്റ് എന്താ? നൈട്രജനാണ്, 78%. അപ്പോ അണ്ടർ വാട്ടറിലേക്ക് പോകുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് ഈ നൈട്രജന്റെ ബബിൾസ് ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യും. അപ്പൊ നമ്മൾ ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വന്നാലും നൈട്രജൻ ഡിസോൾവ് ചെയ്യില്ല. വാട്ട് ഇസ് റീസൺ? നമുക്ക് എടുക്കാവുന്ന ഒരു പ്രഷറിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആക്ച്വലി ഓക്സിജൻ മാത്രമേ നമ്മുടെ ലങ്സിൽ കൂടി വരുള്ളൂ അല്ലെ. ഇത് അണ്ടർ വാട്ടറിലേക്ക് സ്കൂബ ഡൈവേഴ്സ് പോണ സമയത്ത് ഈ പറയുന്ന നൈട്രജൻ ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യും. അങ്ങനെ നൈട്രജൻ ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യണ സമയത്ത് ആ സമയത്ത് ഇഷ്യൂ ഉണ്ടാവില്ല, അവർ മുകളിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് എന്ത് പറ്റും, ഈ നൈട്രജൻ ബബിൾസ് ആയിട്ട് ബ്ലഡ് ക്യാപ്പിലറിയിൽ വരും. അതെന്ത് ചെയ്യും, പൊട്ടും. ബ്ലഡ് ക്യാപ്പിലറി പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇന്റേണൽ ബ്ലീഡിങ്, ഹെമറേജ് അല്ലെ. ഓർത്ത് വെക്കാം. ആ സിറ്റുവേഷനെയാണ് എന്ത് വിളിക്കുന്നത്, ബെൻഡ്. അപ്പോ ഫോർമേഷൻ ഓഫ് നൈട്രജൻ ബബിൾസ് ഇൻ ബ്ലഡ് ക്യാപ്പിലറീസ് കണ്ടോ. ഓർത്ത് വെക്കാം. ദാറ്റ് സിവിയർ കണ്ടീഷൻ ഈസ് നോൺ ആസ് ബെൻഡ് കണ്ടോ. ഓർത്ത് വെക്കാം. എപ്പോഴാണ് വരിക, അണ്ടർ വാട്ടർ ആൻഡ് ഹൈ പ്രഷർ. ആർക്കാണ് വരിക, സ്കൂബ ഡൈവേഴ്സ്. അപ്പൊ ആ വേർഡിങ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പൊ എന്താ ചെയ്യുന്നത്, അതിന് പകരം അതും അതിൽ പറയുന്നുണ്ട്, ഹീലിയോ ഒക്കെ എടുത്തിട്ട് അല്ലെ, ഹീലിയത്തിന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതാണ് സ്കൂബ ഡൈവേഴ്സ് കൊണ്ടുവരുന്നത്. ഇന്ത്യയില് കേരളത്തിന്റെ തമിഴ്നാടിന്റെയും ബോർഡർ കൊളച്ചിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആക്ച്വലി അവിടെ ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഒരു ട്യൂബ് പോലെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വായിലെടുത്തിട്ട് ബ്രീത്ത് ചെയ്തിട്ട് ഈ ഏറ്റവും താഴെയുള്ള ഇതിനെയൊക്കെ അവര് എന്താണ്, ഫിഷിനെയൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ കുളിച്ചിരിക്കുന്നതിനൊക്കെ ഇങ്ങനെ പിടിക്കുന്നതുണ്ട്. വീഡിയോസ് ഉണ്ട് ആക്ച്വലി. അപ്പൊ അവര് ഒരു വേർഡാ പറയുന്നത്, ഇതിന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ആൾക്കാർ ആ അഡാപ്റ്റേഷൻ കൊണ്ട് അത് ഓവർകം ചെയ്തു. അഡാപ്റ്റേഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, അത് എക്സ്പീരിയൻസ്ഡ് ആയി. ആ ഒരു സിറ്റുവേഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ അവര് പോകാനായിട്ട് ഇതായി. നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിട്ടു. അപ്പൊ അവരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവർ ഈ ബെൻഡൊന്നും പറയുന്നില്ല, പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നോർമലി യൂട്യൂബിലൊക്കെ ഉണ്ട് ഇപ്പൊ നോർമലി. അപ്പൊ ഒരു നോർമലി ഇപ്പോഴും പണ്ടത്തെ പോലെ ഇങ്ങനെ ആ ട്യൂബൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ആണ് എന്നൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നമുക്കൊന്ന് എഴുതാം കേട്ടോ. ബെൻഡ്, BENDS കേട്ടോ. ഓർത്ത് നോക്കാം, BENDS. The formation of nitrogen bubbles. The formation of nitrogen bubbles in blood capillaries. This medical condition known as bend. This medical condition is known as bend. BENDS, bends. ബ്രാക്കല സിറ്റുവേഷൻ എഴുതി വെക്കുക. എന്തായിരുന്നു, സ്കൂബ ഡൈവേഴ്സ്, എന്തൊക്കെ വരും, ഹൈ പ്രഷർ
കോമ അണ്ടർ വാട്ടർ. സ്കൂബ ഡൈവേഴ്സ് കോമ ഹൈ പ്രഷർ കോമ അണ്ടർ വാട്ടർ. ഷോർട്ടായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി അങ്ങനെ എഴുതണേ കേട്ടോ. ഓക്കെ, അടുത്ത ടോപ്പിക് നമുക്ക് അടുത്തതിൽ എഴുതാം. കറക്റ്റ് ടൈം കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ഒന്ന് പറഞ്ഞിട്ടേ വിടുള്ളൂ. ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ ഇന്ന് എടുത്തതിൽ? ആദ്യമേ ഞാൻ പറയാം, ഈ ചാപ്റ്ററിന്റെ ഒരു ബ്രീഫ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഫിഗർ പോലെ ഉണ്ടാവണം. ഒന്ന് വെയിറ്റ് ചെയ്തുള്ള ചാപ്റ്റേഴ്സ്, അതിന്റെ പൊസിഷൻസ്. ഇന്ന് എടുത്തതിൽ സൊല്യൂഷന്റെ ടോപ്പിക് കണ്ടന്റ് ആണ് പറയിപ്പിച്ചത്. 5 പോയിന്റ്സുകൾ പറയിപ്പിച്ചു. ആദ്യം എന്തായിരുന്നു? കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം, സോളിഡ് ഇൻ, ഗ്യാസ് ഇൻ ലിക്വിഡ്, ഹെൻറീസ് ലോ, റോൾസ് ലോ. അതിൽ ഹെൻറീസ് ലോ വരെ എത്തി അല്ലേ? ഓർത്ത് നോക്കാം. അവിടെ ഒന്ന് ഓർത്ത് നോക്കാം. വാട്ട് ഡു യു മീൻ ഹെൻറീസ് ലോ? എന്തായിരുന്നു? The solubility of gas in liquid is directly proportional to partial pressure. ഓർത്ത് ഒരു ഇക്വേഷൻ പഠിച്ചു. P equal to KH into chi. അല്ലേ? Chi. That means mole fraction. Then temperature increases solubility. എന്ത് വരും? Temperature increases solubility. Gas in liquid. Temperature increases, solubility decreases. കണ്ട, ഞാൻ തിരിച്ചു ചോദിച്ചതാണ്. ആക്ച്വലി നമ്മൾ എഴുതിയത് ടെമ്പറേച്ചർ ഡിക്രീസസ്, സോലിബിലിറ്റി ഇൻക്രീസസ്. അങ്ങാട് കിടക്ക് മറച്ചൊക്കെ ചോദിക്കും. ക്ലിയർ ചെയ്ത് ഓർത്ത് വെക്കുക കൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഇപ്പൊ എഴുതിയേക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു അല്ലെ? ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. അതിലെ രണ്ടാമത്തെ ടോപ്പിക്കിന്റെ പേരെന്തായിരുന്നു? ബെൻഡ് അല്ലെ? ബെൻഡ് എന്തായിരുന്നു? ഒറ്റ വേർഡിൽ പറയുമ്പോൾ എന്താ? ഫോർമേഷൻ ഓഫ് നൈട്രജൻ ബബിൾസ്. ഫോർമേഷൻ ഓഫ് നൈട്രജൻ ബബിൾ. കണ്ടീഷൻ എന്താ? സ്കൂബ ഡൈവേഴ്സ് ആൻഡ് അല്ലെ ഹൈ പ്രഷർ. അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. ആ ടേം ഒന്ന് ക്ലാരിറ്റിയിലേക്ക് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. പോകരുത്, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ.